എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 1840 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുൻപ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്ന് നമുക്ക് അതിഥിയായി എത്തിയിരിക്കുന്നത് ഡോക്ടർ മഷൂദ് BHMS DAQ, റിട്ടയർഡ് മെഡിക്കൽ ഓഫീസർ, ആയുഷ് ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റ്, കേരള. 30 വർഷത്തിലകം ചികിത്സാനുഭവങ്ങൾ, അൺവീൽഡ് മൈക്രോ സീക്രറ്റ്സ് ഓഫ് ഹോമിയോ ആൻഡ് ഹെർബൽസ്, മനുഷ്യ ശരീരത്തിലെ മൂലകങ്ങൾ എന്നീ 2 പുസ്തകങ്ങളുടെ രചയിതാവ്, കൃഷിയും ഹോമിയോപ്പതി എന്ന വിഷയത്തിൽ റിസർച്ച് ഇഷ്ടകാര്യം, ഹോമിയോപ്പതിയിലെ ചില മൂലകങ്ങൾ 2ാം ഭാഗം എന്ന വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നതിന് മഷൂദ് ഡോക്ടറെ സ്നേഹപൂർവ്വം ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഡോക്ടർക്ക് ആരംഭിക്കാം. ഹലോ, ബഹുമാന്യരായ IFPHന്റെ ഭാരവാഹികളെ, പ്രിയപ്പെട്ട ഡോക്ടേഴ്സ്, സ്റ്റുഡൻസ്, മറ്റ് ഇതിൽ സന്നിഹിതരായിരിക്കുന്ന എല്ലാ വ്യക്തികൾക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഈ കഴിഞ്ഞ സെപ്റ്റംബർ 1-ാം തീയതി തന്നെ ഇതിൻ്റെ ആദ്യത്തെ ഭാഗം ഈ ക്ലാസ്സിൽ പ്രസൻറ്റ് ചെയ്തിരുന്നു. നമ്മുടെ ഹോമിയോപ്പതിയിൽ ഉപയോഗിക്കുന്ന കുറച്ച് മൂലകങ്ങൾ, അത് അതിൻ്റെതായ സ്വഭാവം സൂക്ഷിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ മറ്റു കോമ്പിനേഷൻസിനോടൊന്നും ചേരാത്ത, കോമ്പൗണ്ട്സ് അല്ലാത്ത ശുദ്ധമായ രീതിയിലുള്ള മിനറൽസിൻ്റെ, എലിമെൻസിൻ്റെ ഉപയോഗം ഏതൊക്കെയാണ്, കുറച്ച് മാത്രമേ ഉള്ളൂ അങ്ങനെ എന്നതിനെക്കുറിച്ചുള്ള ഒരു സ്റ്റഡിയാണ് ഞാനിവിടെ ഇതിൽ പ്രസൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു 8-10 മൂലകങ്ങൾ പരിചയപ്പെടുത്തിയിരുന്നു. ഇത്തവണ നമുക്ക് ബ്രോമിൻ എന്ന് പറയുന്ന കൊണ്ട് തുടങ്ങാം. ഇപ്പോൾ ഷെയർ ചെയ്യുന്നുണ്ട് അല്ലേ? ആദ്യത്തെ പേജ് മാത്രം കുറച്ചു നേരം ഇരുന്നാൽ മതി. ഷെയറിംഗ് ഉണ്ടല്ലോ. പക്ഷെ കാണാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ഇച്ചിരി കൂടെ ഒന്ന് എല്ലാം ചെയ്തിരുന്നെങ്കിൽ. കുറച്ച് ഇപ്പൊ ഞാനൊന്ന് ഷെയർ ചെയ്യാം. വേറൊരാളിനെ ഷെയറിന് വേണ്ടി ഞാൻ ചോദിച്ചിരുന്നു. അങ്ങനെയാണെങ്കിൽ ചെയ്യണമെന്നുള്ളതാണ്. ഇപ്പൊ വന്നിരുന്നു, ഞാൻ കണ്ടു, കുറച്ച് വന്നിരുന്നു. പിന്നെ വന്നിട്ടുണ്ട്, സ്ലൈഡ് വന്നിട്ടുണ്ട് ബ്രോമിന്റെ. ശരി, സ്ലൈഡ് ഇപ്പൊ കാണാമല്ലോ. ബ്രോമീൻ, ഇതിന്റെ പ്രൊനൗൺസിയേഷൻ ബ്രോമീൻ എന്നാണ്. ബ്രോമീൻ നമ്മൾ ബ്രോമിൻ എന്നാണ് പറയുന്നത്. ബ്രോമീൻ എന്നാണ് ശരിക്കും ഇതിന്റെ പ്രൊനൗൺസിയേഷൻ. അറ്റോമിക് വെയിറ്റ് 79.904 അറ്റോമിക് നമ്പർ 35. അറ്റോമിക് സിമ്പൽ BR. അതിന്റെ ബോയിലിംഗ് പോയിന്റ് 58.8 ഡിഗ്രി സെന്റിഗ്രേഡും മെൽറ്റിംഗ് പോയിന്റ് 7.2 ഡിഗ്രി സെന്റിഗ്രേഡുമാണ് മെൽറ്റിംഗ് പോയിന്റ്. ബ്രോമിൻ എന്ന് പറയുന്ന ഡിറൈവ് ചെയ്തിരിക്കുന്നത് ബ്രോമോസ് എന്ന് പറയുന്ന വേർഡിലാണ്. അതായത് ബാഡ് സ്മെൽ എന്നാണ്. ബ്രോമോസ് ഗ്രീക്ക് ബ്രോമോസ്, അതായത് ഗ്രീക്ക് ആണ് അത് ഉദ്ദേശിക്കുന്നത് ബാഡ് സ്മെൽ എന്നാണ്. ഇതിനെ കണ്ടെത്തിയപ്പോൾ തന്നെയുള്ള അതിൻ്റെ ഒരു പ്രത്യേക പർട്ടിക്കുലർ സ്മെല്ല് നമുക്കറിയാം. ബ്രോമിനും ഹാലജൻ കുടുംബത്തിലെ ബ്രോമിൻ, ക്ലോറിൻ, അയോഡിൻ, അസ്റ്റേറ്റിന് എല്ലാത്തിനും സ്മെല്ല് ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുണ്ട്, ക്ലോറിന് ഉൾപ്പെടെ. നെക്സ്റ്റ്, 1826 1826 ആന്റണി ബ്ലൗഡ് എന്ന് പറയുന്ന ഒരാളാണ് ഇത് കണ്ടെത്തിയത്. ഫ്രഞ്ച് കെമിസ്റ്റാണ്. അദ്ദേഹത്തിന് ഈ പേര് ബ്രോമീൻ എന്ന പേര് നിർദ്ദേശിക്കുന്നത് ജോസഫ് ലൂയിസ് ഗ്രേ എന്ന് പറയുന്ന മറ്റൊരാളാണ്. ഇതിന്റെ ബാഡ് സ്മെല്ല് കാരണമാണ് ഇതിനെ ബ്രോമീൻ എന്ന് പേരിട്ടിരിക്കുന്നത്. ഇത് നമ്മുടെ കടൽ വെള്ളത്തില് സാധാരണ ബ്രോമീനും മറ്റേ അയഡിനും ഒക്കെ കൂടുതൽ കാണുമെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ ബ്രോമിൻ വളരെ കുറവാണ് കടൽ വെള്ളത്തില്. സാധാരണ പ്രകൃതിയിൽ ഇത് ധാരാളമായിട്ട് കാണപ്പെടുന്നുണ്ട്. ഇതൊരു വോളറ്റൈൽ ലിക്വിഡാണ്. അതായത് പെട്ടെന്ന് നമ്മൾ എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഗ്യാസായി പോകുന്ന ഒരു സ്മെല്ല് കൊണ്ട് മാത്രം അറിയപ്പെടുന്ന ഒരു എലമെന്റ് ആണ്. വളരെയേറെ പോയിസണിങ് ആയിട്ടുള്ള ഒരു വിഷവാതകം നമുക്ക് ചുറ്റും പടർന്നു വരും. ഒരു റെഡിഷ് വേപ്പറാണ് ഇതിനകത്ത് വരുന്നത്, ചുവന്ന ഒരു ഇത്. ഇത് നമ്മുടെ ഈ ലിക്വിഡ് കോണ്ടാക്ട് നമ്മുടെ ദേഹത്തുമായിട്ട് സ്കിന്നിൽ തൊടുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ഒരു
ഉണങ്ങാൻ വളരെ നാൾ പിടിക്കുന്ന ഒരു സോറ്, ഒരു മുറിവ് അല്ലെങ്കിൽ ഒരു വ്രണം ഉണ്ടാക്കും എന്നുള്ളതാണ് ബ്രോമിൻ. ഇത് 4% അല്ലെങ്കിൽ 4 പാർട്ട് ഓഫ് ബ്രോമിൻ 1000 പാർട്സ് ഓഫ് വാട്ടറിലെ എന്ന കണക്കിനാണ് വാട്ടറിലെ സൊല്യൂബിലിറ്റി. സ്പാരിംഗ്ലി സൊല്യൂബിൾ, ദാറ്റ് ഈസ് വെരി സൊല്യൂബിലിറ്റി ഈസ് വെരി ലെസ്, വളരെ കുറവാണ്. സ്വതന്ത്രമായിട്ട് ഈ ബ്രോമിൻ കാണുന്നില്ല. പിന്നെ കോമ്പൗണ്ട് രൂപത്തിൽ തന്നെ കോമൺ ആയിട്ട് നമ്മുടെ സാൾട്ടിൽ ഈ ബ്രോമൈഡ്സ് ഉണ്ട്. അപ്പം കോമൺ സാൾട്ട് നമ്മളെ കടലിലേക്ക് കല്ലുപ്പ് വാങ്ങണമെങ്കിൽ അതിൽ ഈ ബ്രോമിൻ എല്ലാം ഉണ്ട്. ബ്രോമിനും അയോഡിനും അതിനകത്ത് സമ്പൂർണ്ണമായിട്ട് തന്നെ ഉണ്ട്. കടൽ വെള്ളം ആണ് സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഒരു സോഴ്സ്. പിന്നെ ബ്രോമിനെ സാധാരണ നമ്മുടെ ഇതിൽ എന്തൊക്കെയൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്നാണ്. ബ്രോമിനെ ഇപ്പോൾ വാതകം ആയിട്ട് ഗ്യാസ് കുറച്ചു നേരം ലിക്വിഡ് പുറത്ത് എടുത്താൽ അത് ഫ്യൂംസ് ആയിട്ട് വരുന്നു. അതുകൊണ്ട് ഒരു ഫ്യൂമിഗേറ്റ്സ് ആയിട്ട് നമ്മളിതിനെ ഫ്യൂമിഗൻസ്, അതായത് പുകയ്ക്കാനായിട്ടുള്ള ഒരു ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇതിൽ ആർമിയിലും മറ്റുമൊക്കെയാണ്, അല്ലാതെ സാധാരണയല്ല. ഫ്ലെയിം പ്രൂവിംഗ് ഏജൻസ്, ഡൈസ്, മെഡിസിൻ, സാനിറ്റൈസേഴ്സ് ആൻഡ് ഫോട്ടോഗ്രാഫിയിലും ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ഇനി നമ്മുടെ ഹോമിയോപ്പതിയിൽ എന്തൊക്കെയാണ് നമ്മൾ ബ്രോമിൻ ഉപയോഗിക്കുന്നത്? മോസ്റ്റ് മാർക്ഡ് ആയിട്ട് വരുന്നത് ഹോമിയോപ്പതിയുടെ ഉപയോഗം നമുക്കറിയാം. റെസ്പിറേറ്ററി സിംറ്റംസ് ആണ് നമുക്ക് കൂടുതലായിട്ടും ബ്രോമിനെ സംബന്ധിച്ചിടത്ത്. ലാരിങ്സും ട്രക്കിയാണ് കോമൺ ആയിട്ടുള്ള സൈറ്റ്. പിന്നെ സ്ക്രോഫുലസ് ആയിട്ടുള്ള ചിൽഡ്രൻ, സ്ക്രോഫുലസിനെ കുറിച്ച് വ്യക്തമായിട്ട് പറയണ്ടല്ലോ. അപ്പൊ സ്ക്രോഫുലസ് ചിൽഡ്രനും കുട്ടികൾക്കും വിത്ത് എൻലാർജ്ഡ് ഗ്ലാൻഡ്സ്, പിന്നെ ബ്ലോണ്ട് ടൈപ്പ് ആയിരിക്കും ബ്രോമിൻ എപ്പോഴും. പരോട്ടിക് ഗ്ലാൻഡും ഗോയിറ്ററും സ്പെസിഫിക് അഫക്ഷൻ ഉണ്ട്. ഗോയിറ്റർ അയോഡിന് പോലെ തന്നെ ഈ ബ്രോമിനും. സ്പാസ്മോഡിക് അറ്റാക്സ് ഇതിന്റെ ഒരു സിംറ്റമാണ്. ലെഫ്റ്റ് സൈഡ് മംസ്, സെൻസ് ഓഫ് സഫോക്കേഷൻ, എക്സ്കോറിയേറ്റിംഗ് ഡിസ്ചാർജസ്, ഇതൊക്കെ ഇതിന്റെ പ്രത്യേകതയാണ്. പ്രൊഫ്യൂസ് സെറ്റ് ആൻഡ് പ്രൊഫൗണ്ട് വീക്ക്നെസ് ബ്രോമിന്റെ ഒരു പ്രത്യേകതയാണ്. കംപ്ലൈൻസ് ഫ്രം ബീയിങ് ഓവർ ഹീറ്റ്, പെട്ടെന്ന് ശരീരം ചൂട് പിടിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ. പ്രൊഫൗണ്ട് ആയിട്ടുള്ള ക്ഷീണം, വീക്ക്നെസ്. ടെൻഡൻസി ടു ഇൻഫിൽട്രേറ്റ് ഗ്ലാൻസിന് സ്പെഷ്യൽ അഫക്ഷൻ ഉണ്ട്. ബിക്കം ഹാർഡ് ആൻഡ് സെൽഡൻ സെപ്പറേറ്റ്. സാധാരണ നമ്മുടെ ഈ ലാപ്പിസ് സാൽപ്പ് പറയുമ്പോൾ പ്ലയബിലിറ്റി റാദർ ദാൻ ഹാർഡ്നെസ് എന്നൊക്കെ പറയും പോലെ, ഇത് പ്ലയബിലിറ്റി അല്ല, ഹാർഡ് ആകുന്ന ഒരു ഗ്ലാൻഡുലാർ അഫക്ഷനാണ്. അതോടൊപ്പം തന്നെ സപ്പറേഷൻ വളരെ റെയറായിട്ട് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. ഈ ബോർക്കിൽ പറയുന്നുണ്ട്, അവോയ്ഡ് മിൽക്ക് വെൻ ടേക്കിംഗ് ബ്രോമിയം. ബ്രോമിയം ഈസ് ലയബിൾ ടു ഡിറ്റീരിയറേഷൻ വെരി റാപ്പിഡ്ലി. പെട്ടെന്ന് തന്നെ ഈ നമ്മുടെ ബ്രോമിൻ ഡിറ്റീരിയേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. നമുക്ക് കീപ്പ് ചെയ്യുന്ന ബോട്ടിൽസിലൊന്നും, അല്ലെങ്കിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു മെഡിസിൻ തന്നെ അത്ര ആയിട്ട് പിന്നെയും ഇരിക്കാൻ സാധ്യത കുറവുള്ള ഒരു എലിമെൻ്റാണ്. അതുകൊണ്ട് വീണ്ടും വീണ്ടും ഫ്രഷായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടി വരും ബ്രോമിൻ. ഇതിൻ്റെ ആൻറ്റിഡോട്ട് അമൺ കാർബ്, കാംഫർ, കോമൺ സാൾട്ട്, ഇതൊക്കെ ആക്ഷൻ. കോമൺ സാൾട്ട് ഇൻഹിബിറ്റ്സ് ദി ആക്ഷൻ ഓഫ് ബ്രോമിൻ എന്നാണ്. ബ്രോമിൻ്റെ ആക്ഷനെ ഈ കോമൺ സാൾട്ട് ഇൻഹിബിറ്റ് ചെയ്യുന്നു. ഈ മിൽക്ക് പോലെ തന്നെ ഇതും. ബ്രോമിന് നമ്മുടെ ശരീരത്തിലെ പ്രത്യേകമായിട്ടുള്ള ആക്ഷനെ കുറിച്ചാണ് ഇനി പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ സാധാരണ ക്ലോറിനുമായി ചേർന്നാണ് ഈ ബ്രോമിൻ കാണുന്നത്. അപ്പം കൂടുതൽ ബ്രോമിനുള്ളിൽ ചെന്നാൽ ക്ലോറിനെ അത് എക്സ്ക്ലൂഡ് ചെയ്യും. അയോഡിനേക്കാളും കൂടുതലായിട്ട് ബ്രോമിനുണ്ട്. ക്ലോറിൻ ആൽസോ ഈ അബ്സോർബ് ഫ്രം ദ ഇൻറ്റസ്റ്റൈൻ. ക്ലോറിനും ബ്രോമിനും സ്മാൾ ഇൻറ്റസ്റ്റൈനിൽ നിന്നാണ് ഇത് വലിച്ചെടുക്കുന്നത്, അബ്സോർബ് ചെയ്യുന്നത്. സയലിൻ എന്ന് പറയുന്നത് അറിയാമല്ലോ, നമ്മുടെ ഈ ഉമിനീർ ഗ്രന്ഥിയിലുള്ള എൻസൈമും പാൻക്രിയാറ്റിക് എൻസൈമായിട്ടുള്ള അമലീസിനും ഒരു പ്രധാന ഘടകമായിട്ട് ഈ ബ്രോമിനായിട്ട് ഒരു കാറ്റലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഈ ബ്രോമിനും ക്ലോറിനും കാറ്റലിസ്റ്റ്, ഉത്തേജകം അല്ലെങ്കിൽ ഉൾപ്രേരകം, പ്രവർത്തനത്തിന് ഒന്ന് ആക്സിലറേറ്റ് ചെയ്യുന്നതിന്, പ്രൊമോട്ട് ചെയ്യുന്നതിനും ഹെൽപ്പ് ചെയ്യുന്ന കാറ്റലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ് ബ്രോമിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ്. നമുക്ക് ഫിഷ്, സീ ഫുഡ്സ്, മീറ്റ്, ഇതിൽ നിന്ന് ബ്രോമിൻ ധാരാളമായിട്ട് ലഭ്യമാകുന്നു. പിന്നെ ബ്രോമിന് എക്സസ് ആയിട്ടുള്ള കാര്യങ്ങൾ രണ്ട് രീതിയിലാകാം. ഒന്ന്, ഗ്രാജുവലായിട്ടുള്ള എക്സസ്, ബ്രോമിൻ കുറേശ്ശെ ഉണ്ടായി ബോഡിയിൽ കൂടുതലാകുന്നു. അതിൽ പെട്ടെന്ന് മെഡിസിൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡൻ്റലായിട്ടോ ഫുഡ് വഴിയോ ധാരാളമായിട്ട് നമുക്ക് ബ്രോമിൻ ഫ്യൂംസ് വഴിയും കിട്ടാം. ആ ബ്രോമിൻ ഉള്ളിൽ ചെന്നാൽ അത് ആദ്യം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ബോഡിയിലുള്ള ക്ലോറിനെ എക്സ്ക്ലൂഡ് ചെയ്യുകയും നെർവസ് സിസ്റ്റത്തിനെ അത് ഡിസോർഡർ ആക്കുകയും ചെയ്യും. അതുപോലെ ബ്രോമിൻ ഇൻ ഫുഡ് അല്ലെങ്കിൽ മെഡിസിൻ ആയിട്ടായിരിക്കും അത് ഉള്ളിൽ പോകുന്നത്. പെട്ടെന്ന് തന്നെ നമുക്ക് നടക്കുന്നതിന്, വാക്കിങ്ങിൽ പെട്ടെന്ന് ഗേറ്റിൽ ഒരു വ്യത്യാസം വരികയും മെന്റൽ കൺഫ്യൂഷൻ ഉണ്ടാവുകയും
BP ലോ ആവുകയും ഈ ഹാർട്ട് റേറ്റ് കുറഞ്ഞു പോവുകയും ചെയ്യും. ക്രമേണ മറ്റ് സിംറ്റംസ് ലൈക്ക് ഷാലോ ബ്രീത്തിങ് ഷാലോ ആവുക, ഡീപ്പ് ഷാലോ ബ്രീത്തിങ്, അതായത് മസിൽസ് വളരെ വീക്കായി പോവുകയും സ്ട്രെങ്ത് നഷ്ടപ്പെടുകയും ചെയ്യുന്നു. മസിൽസിന്റെ ബലം നഷ്ടപ്പെടുകയും വീഴുകയും ചെയ്യുന്നു. അൺകോൺഷ്യസ് ആയിട്ട് വീണു പോവുകയും ചെയ്യും. ഇതാണ് ഗ്രാജുവൽ ആയിട്ടുള്ള ഇതിന്റെ ഒരു പ്രോഗ്രഷൻ ഓഫ് ഇത് പോയിസൺ. ഇൻ എക്സസ് ഡെത്ത് ഒക്കേഴ്സ് വിത്തിൻ 6 to 18 hours. ബ്രോമിൻ 6 മുതൽ 18 മണിക്കൂറിനകത്ത് മരണം ഹേതുവായേക്കാം. വളരെ ചെറിയ അളവിൽ തന്നെ എലിമെന്റ് ബ്ലഡിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നെങ്കിലും മെമ്മറി ലോസ്, അല്ലെങ്കിൽ ബ്ലണ്ടിങ് ഓഫ് മെമ്മറി, അതായത് മയങ്ങുക, നമ്മുടെ ഓർമ്മശക്തി മങ്ങുക, ഗ്രാജുവൽ ലോസ് ഓഫ് പവർ ഓഫ് ടിഷ്യൂസ്, അതായത് കലകൾക്ക് സ്ട്രെങ്ത് നഷ്ടപ്പെടുകയും ഇൻകോർഡിനേഷന് ഈ ലോവർ ലിംസിനും കൂടുതലായിട്ടും ഇൻകോർഡിനേഷൻ ഉണ്ടാകുന്നു. അതായത് ബന്ധം നമുക്ക് ഇൻകോർഡിനേഷൻ ആയി പോകുന്നു. നടക്കുന്നതിന് പോകുന്നതിന് വേണ്ടിയുള്ള ഇത് കിട്ടുന്നില്ല. ഇന്നബിലിറ്റി ടു മൂവ് ചെയ്യാനുള്ള കഴിവും നഷ്ടപ്പെട്ടു പോകും. ഫേസ് ചെറിയ റാഷ് പ്രത്യക്ഷപ്പെടാം ഈ ബ്രോമിന്റെ എക്സസിൽ. സ്ഥിരമായിട്ട് ബ്രോമിൻ നമ്മുടെ ഉള്ളിൽ പോവുകയാണെങ്കിൽ അതിനെ ബ്രോമിൻ റാഷ് എന്നാണ് പറയുന്നത്. സാധാരണ നമ്മുടെ ഹോമിയോയിൽ ഉപയോഗിക്കുന്ന അതില് ആഴ്സ് ബ്രോം, ആറും ബ്രോമേറ്റം, കാഡ്മിയം ബ്രോമൈഡ്, കൽക്കേറിയ ബ്രോമൈഡ്, ഫെറം ബ്രോമേറ്റം, ഹയോസിൻ ഹൈഡ്രോബ്രോമിയം, സ്കോപ്പാലമിൻ ഹൈഡ്രോബ്രോമൈഡ്, അതിനെ ജപ്പാൻ ബെലഡോണ എന്ന് പറയാറുണ്ട്. മെർക്കൂറിയസ് ബ്രോമേറ്റം, കാലി ബ്രോമേറ്റം, ലിഥിയം ബ്രോമേറ്റം, സ്ട്രോൺഷ്യം ബ്രോമേറ്റ്, സിങ്ക് ബ്രോമേറ്റം ആർ ദ കോമ്പൗണ്ട്സ്. ഇത്രയാണ് നമ്മുടെ ഹോമിയോയിൽ ഉപയോഗിക്കുന്ന ബ്രോമൈഡിന്റെ ആയിട്ടുള്ള കോമ്പിനേഷൻസ്. ആഴ്സ് ബ്രോമേറ്റം ഒക്കെ നമുക്ക് സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ജപ്പാൻ ബെലഡോണ എന്ന് പറയുന്നതാണ് സ്കോപ്പാലമിൻ ഹൈഡ്രോബ്രോമൈഡ് ആണത്. ബ്രോമിനെ കുറിച്ച് ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. ഇത് നെക്സ്റ്റ് അയഡിനാണ്. ഈ അയഡിന്റെ സിമ്പൽ ഐ ആണ്. അറ്റോമിക് വെയിറ്റ് 126.904, മെൽറ്റിംഗ് പോയിന്റ് 113.7 ഡിഗ്രി സെന്റിഗ്രേഡ്, ബോയിലിംഗ് പോയിന്റ് 184.4 ഡിഗ്രി സെന്റിഗ്രേഡ് ആണ്. സാധാരണ അയഡിൻ ധാരാളമായിട്ട് കടൽ വെള്ളത്തിലുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് നമുക്ക് ലഭിക്കുന്നത് സീവീഡ്സ്, അതായത് സീ ഫുഡ്സ്, കടൽ പായലുകള്, കടൽ ജീവികളെ ഭക്ഷണത്തിൽ ഉപയോഗിക്കുന്ന കടൽ മത്സ്യം, അതേപോലെയുള്ളവയിൽ ധാരാളമായിട്ട് ഉണ്ട്. ഇനി ചിലി ഉപ്പ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരിക്കും. പൊട്ടാസ്യം നൈട്രേറ്റിനെയാണ് ചിലി ഉപ്പ് എന്ന് പറയുന്നത്. ചിലി എന്ന് പറഞ്ഞ സൗത്ത് അമേരിക്കയിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പ്രദേശമാണ്. അവിടെ ഇവിടെ നിന്നും ഈ ചിലി ഇത് കിട്ടുന്നുണ്ട്. അപ്പൊ അതിന് നൈട്രേറ്റ് എയർ കളിച്ചി ബ്രൈൻ എന്ന് പറയുന്നുണ്ട്. അതിന് കളിച്ചി ബ്രൈൻ എന്ന് പറയുന്നത് കളിച്ചി ബ്രൈൻ. കാൽസ്യം കാർബണേറ്റ് റിച്ച് ആയിട്ടുള്ള സോയിൽ റോക്ക്, അറ്റക്കാമ മരുഭൂമിയില്, ഈ അറ്റക്കാമ എന്ന് പറയുന്നതും ചിലി നമ്മുടെ തെക്കേ അമേരിക്കയിലുള്ള കാര്യമാണ്. അവിടുത്തെ മരുഭൂമിയിലെ മണലിൽ കാൽസ്യം കാർബണേറ്റ് ചേർന്ന ധാരാളം ചെളി മഡുണ്ട്. അപ്പൊ ഈ മഡിൽ നിന്ന് ഇനിയും എങ്ങനെ പറയാറുണ്ട്, ചെളി അല്ലെങ്കിൽ എന്ന് പറയാറുണ്ട്. ഇതില് ഈ കാലിച്ചി ബ്രൈൻ എന്ന് പറയുന്ന ബ്രൈൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഉപ്പിന്റെ സാന്ദ്രലായനെയാണ് ബ്രൈൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇത് സീ ഡെപ്പോസിറ്റ്സിൽ വരുന്നത്. അതായത് ഈ കളിച്ചി ബ്രൈൻ എന്ന് ശരിക്കുമുള്ള പേരെന്ന് പറഞ്ഞാല് പഴയ ഓൾഡ് ഡെപ്പോസിറ്റ്സ് ഇൻ ബ്ലാക്ക് സീ എന്നാണ്. കടലിനടിയിലുള്ള മഡും ഇതേപോലുള്ള പ്രദേശത്തെ മഡും എല്ലാം ഈ കളിച്ചി എന്നാണ് പറയുന്നത്. ഇതിന് ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ധാരാളമായിട്ട് പൊട്ടാസ്യം നൈട്രേറ്റും സോഡിയം നൈട്രേറ്റും ഉണ്ട്. നൈട്രേറ്റ്സ് ആണ് അയഡിന്റെ. ഇത് പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് അതിനോടൊപ്പം ചേർന്ന് ധാരാളമായിട്ട് അയഡൈറ്റ്സ് ഉണ്ട്. അപ്പൊ അയഡിന്റെ നല്ലൊരു സോഴ്സ് ആയിട്ടാണ് ഇതിനെ എടുക്കുന്നത്. അയഡിനൊരു അയേഡ്സ് എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് നെയിമാണ്. വയലറ്റ് എന്നാണ് അതിന്റെ മീനിങ്. അങ്ങനെയാണ് അയഡിൻ എന്ന പേരുണ്ടായത്. അയോഡസ്. ബെർണോൺ കോർട്ടോസ് എന്നാണ് ഇതിന്റെ സ്പെല്ലിംഗ്. അദ്ദേഹത്തിന്റെ ഗ്രീക്ക് പേര്. ബെർണാഡ് കോർട്ടോസ് ഡിസ്കവേർഡ് അയഡിൻ. അയഡിൻ കണ്ടുപിടിച്ചത് ബെർണാഡ് കോട്ട എന്ന് പറയുന്നതാണ്. കോർട്ടസ്. അടുത്തത് മെയിൻ സോഴ്സ് യഥാർത്ഥത്തിൽ കെൽപ്പ് എന്ന് പറയുന്നുണ്ട്. ആഷ് ആണ്. ഇത് ഈ കടൽ ജീവികളിൽ നിന്ന് എടുക്കുന്ന ആഷ് നമ്മൾ എടുത്ത് സീവീഡ്സിനെയും മുക്കേഴ്സും അതിനെ കരിച്ച് അതിൽ നിന്നുണ്ടാകുന്ന ക്ഷാരത്തിനാണ് കെൽപ്പ് എന്ന് പറയുന്നത്. അതിൽ നിന്നാണ് ധാരാളമായിട്ടും അയഡിൻ വേർതിരിച്ചെടുക്കുന്നത്.
പ്യുവർ അയഡൈഡ് ഈസ് ഒബ്റ്റൈൻഡ് ഫ്രം പൊട്ടാഷ്യം അയഡൈഡ് വിത്ത് കോപ്പർ സൾഫേറ്റ്. ലാബറട്ടറിയിൽ നമ്മൾ സാധാരണ നിർമ്മിക്കുന്നത് ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഈ കമ്പനികളിലൊക്കെ സാധാരണ പൊട്ടാഷ്യം അയഡൈഡും കോപ്പർ സൾഫേറ്റുമായിട്ട് ചേർത്തുള്ള മിശ്രിതത്തിൽ നിന്നാണ്, പ്രവർത്തനത്തിൽ നിന്നാണ് അത് ഉണ്ടാക്കുന്നത്. ഒരു ബ്ലൂ ബ്ലാക്ക് ലസ്റ്ററസ് വോളറ്റൈസിങ് അറ്റ് ഓർഡിനറി ടെമ്പറേച്ചർ. സാധാരണ ടെമ്പറേച്ചറിൽ എന്ത് പറ്റുന്നു, നമുക്ക് ഇത് പുറത്ത് വയ്ക്കാൻ പറ്റില്ല, പെട്ടെന്ന് അതിനകത്ത് വ്യാപ്പറൈസ് ചെയ്ത് പോകുന്നു. ബ്രൗണിനെ പോലെ തന്നെ ഗ്യാസായിട്ട് പോകും. വയലറ്റ് ഗ്യാസാണ് ഇതിനകത്ത് വരുന്നത്. ഒരു പ്രത്യേക ഇറിറ്റേറ്റിംഗ് ഓർഡർ. അയഡിൻ്റെത് നമുക്ക് പ്രത്യേകിച്ച് എല്ലാവർക്കും അറിയാൻ പറ്റുമായിരിക്കും. അയഡിൻ്റെ സ്മെല്ല് എപ്പോഴും ക്യാരക്ടറിസ്റ്റിക് ആയിട്ട് അയഡിന് മാത്രമുള്ളതാണ്. വളരെ കുറച്ച് മാത്രമേ അയഡിൻ ഇതിലായിട്ട് വെള്ളത്തിൽ ലയിക്കുന്നുള്ളൂ. അതായത് പിന്നീട് ഇതിന് 30 ഐസോടോപ്സ് ഉണ്ട്. ആർട്ടിഫിഷ്യലായിട്ട് ഇപ്പോൾ I-131 എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമായിരിക്കും. ഈ തൈറോയിഡിന് ഒരു ഇഞ്ചക്ഷൻ ഉണ്ട്. അത് ഒരു ഇഞ്ചക്ഷൻ കൊണ്ട് തന്നെ ചിലപ്പോൾ തൈറോയിഡൊക്കെ ട്രീറ്റ്മെൻറ്റ് ക്ലിയർ ആക്കാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഐസോടോപ്പാണ് അയഡിൻ ഇഞ്ചക്ഷൻ. I-131 എന്ന് പറയുന്ന ടെമ്പറുള്ള അയഡിൻ്റെ വകഭേദത്തെയാണ് അവർ ഇഞ്ചക്ഷനായിട്ട് എടുക്കുന്നത്. ഈ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒന്നാണ് ഗ്യാസ്. പിന്നെ അയഡിൻ്റെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന രോഗം ആണ് ഗോയിറ്റർ എന്ന് നമുക്കറിയാം. അയഡിനാണ് തൈറോയിഡിൻ്റെ പ്രധാനപ്പെട്ട മൂലകം. ഓരോ ടിഷ്യൂസിനും പ്രധാനമായിട്ട് ഗ്ലാൻസിന് ഓരോ എലിമെൻറ്റ്സ് ഉണ്ട്. ഇത് പ്രത്യേകമായിട്ടും അവ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഈ എലിമെൻറ്റ്സ് ആയിരിക്കും. ഈ പിന്നെ നമ്മുടെ സാധാരണ എലിമെൻറ്റ്സ് മെറ്റൽസ് പോലെ ആയിരിക്കും. കോമ്പൗണ്ട്സ് അല്ല പ്രധാനമായിട്ടും. അത് നമ്മൾ ശ്രദ്ധിക്കണം ഗ്ലാൻസിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഈ തൈറോയിഡിന് എക്സസ് ഓഫ് അയഡിൻ secretion and lowered secretion of the thyroid glands, thyroid enzyme, hormones. അതെങ്ങനെയാണ് വരുന്നത്? ഇപ്പോൾ TRH അല്ലെങ്കിൽ ഹൈപ്പോ തലാമസിൽ നിന്ന് ആൻറ്റീരിയർ തലാസിൽ നിന്നുള്ള സ്റ്റിമുലേഷൻ, തൈറോയ്ഡ് സ്റ്റിമുലേഷൻ ഹോർമോൺ TSH, ഇതാണ് നമ്മുടെ ബ്ലഡിൽ നോക്കുന്നത്. എന്തുകൊണ്ടാണ്? തൈറോയിഡിൻ്റെ ഫങ്ഷൻ കുറഞ്ഞു പോകുമ്പോൾ ഹൈപ്പോ തൈറോയിഡിസത്തിൽ ഈ TSH അധികമായിട്ട് വീണ്ടും പ്രിപ്പയർ തലയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ബ്രെയിനിൽ നിന്ന് വരുന്നത് നേരെ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയുള്ള ടിഷ്യൂസ് ഹെൽപ്ലെസ് ആണ്. അവിടെ ഡെഫിഷ്യൻസി ഓഫ് അയഡിനാണ്. അപ്പം അവിടെ നമുക്ക് അയഡിൻ തന്നെയാണ് പ്രാഥമികമായിട്ടുള്ള കാരണമെന്ന് കണ്ടെത്താം. പക്ഷേ ഈ തൈറോയിഡിൻ്റെ ട്രീറ്റ്മെൻറ്റ് പൊതുവേ ഈ തൈറോയിഡിനെ അയഡിൻ്റെയും തൈറോക്സിനും തൈറോക്സിനും ഒക്കെ ട്രീറ്റ് ചെയ്യുന്ന വളരെ മോശമായ ഒരു ആണ്. അതായത് അവസാനം കൊണ്ടുവച്ച് അവസാനം സ്റ്റേജിൽ കൊണ്ടുവച്ച് നമുക്ക് എന്തെങ്കിലും ഒന്ന് കടത്തി വിടുക, തള്ളിവിടുക, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും കൊണ്ട് കൊടുക്കുക എന്നുള്ള രീതിയിലുള്ള വെറും ഒരു അൺസയൻറ്റിഫിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് അയഡിൻ ഫോർ തൈറോയിഡ്. കാര്യം അതൊരു എലിമെന്റ് മാത്രമാണ്, ഒരു കാറ്റലിസ്റ്റാണ്. പക്ഷേ അതിൻ്റെ ഡെഫിഷ്യൻസി ഗ്രാജുവലി ഉണ്ടാകുന്നത് മറ്റു പല പ്രദേശങ്ങളിലും. എന്തുകൊണ്ട് ഒരു വീട്ടിൽ തന്നെ പലർക്കും തൈറോയിഡ് ഉണ്ടെങ്കിലും അവരിൽ ഒരാൾക്കും രണ്ടാൾക്കും മാത്രമേ തൈറോയിഡ് വരുന്നു. അതിനൊക്കെ മറ്റു പല കാരണങ്ങളും ഉണ്ട്. ഗ്രന്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സ്റ്റഡി തന്നെ വേണം. നമ്മുടെ അയഡിന് ഹൈപ്പർ തൈറോയിഡിസത്തിൽ ഈ സെക്രീഷൻസ് വളരെ കൂടുതലായിരിക്കും. TSH കുറഞ്ഞു പോവാം, വളരെ കുറഞ്ഞു പോകും. പിന്നെ TSH നോർമലിലേക്ക് കൊണ്ടുവരുന്നതിന് അയഡിൻ കൊടുത്താൽ തീർച്ചയായിട്ടും അറിയാം, തൈറോക്സിൻ കൊടുത്താൽ ഒരു മാസം 2 മാസം കഴിക്കുമ്പോൾ തീർച്ചയായിട്ടും TSH അങ്ങ് വളരെ കൂടുതലായിട്ട് വരും. അവർക്ക് ഹൈപ്പറിൽ നിന്ന് ഹൈപ്പോയിലോട്ടും ഹൈപ്പോയിൽ നിന്ന് ഹൈപ്പറിലായിട്ടും ഇങ്ങനെ ഒരു ചാട്ടമാണ് സദാസമയം നടന്നുകൊണ്ടിരിക്കുന്നത്. നല്ല കാര്യങ്ങൾ നമ്മൾ കേസസ് എടുത്ത് വായിച്ചാൽ കൃത്യമായിട്ട് അറിയാൻ കഴിയും. അതിൽ നിന്ന് നമ്മൾ വളരെ ചെറുതിലെ പഠിച്ചിരിക്കുന്നത് അയഡിൻ ഗോയിറ്ററിന് കാരണമാകുന്നു. ഡെഫിഷ്യൻസി ഓഫ് അയഡിൻ കാസസ് ഗോയിറ്റർ. എത്രയോ വർഷം ക്വസ്റ്റ്യൻസ് ആയിട്ട് നമ്മൾ ആൻസർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് ശരിക്കും അതിൻ്റെതായ ട്രയൽ ഒന്ന് ശരിക്കും പഠിച്ചാൽ ഈ തൈറോയിഡ് തന്നെ നമ്മുടെ ഹോമിയോപ്പതി സിറ്റിയെ കുറച്ച് ഒന്ന് ഹെൽപ്പ് ചെയ്യുന്നതെന്നാണ് ഈ ഒരു സംഭവം. എന്നല്ലാതെ മറിച്ച് ഇതിനൊന്ന് സ്റ്റഡി ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുമെന്നുള്ളതല്ലാതെ നമ്മളും ചെയ്യുന്നത് അയഡിനോ മറ്റോ തൈറോയിഡിനോ ഒക്കെ കൊടുക്കാറുണ്ട്. തൈറോയിഡിനും നല്ലൊരു മെഡിസിനായിട്ട് നമുക്ക് അറിയാൻ കഴിയും. പിന്നെ കൽക്കറി കാർബ് പോലുള്ള ഗ്രോത്ത്, പിന്നെ ബ്രോമിൻ, സ്പോഞ്ചിയ, ഇതൊക്കെ നമ്മൾ തൈറോയിഡിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മെഡിസിനൽ ലെവലിൽ, മെറ്റീരിയൽ മെഡിക്കയുടെ ലെവലിൽ ഈ തൈറോയിഡിനെ പറ്റി പഠിക്കാൻ നല്ല ഒരു ചാൻസ് ഉള്ള ഒരു സബ്ജക്റ്റാണ്. ഇനി അടുത്തത് വാട്ട് ഇസ് ദ റോൾ ഓഫ് തൈറോയിഡ് എന്നുള്ളത് ഞാൻ പറഞ്ഞു. പിന്നെ അയഡൈഡ്സ് ആൻഡ് തൈറോക്സിൻ ആർ യൂസ്ഡ് ഇൻ മെഡിസിൻ. പൊട്ടാഷ്യം അയഡൈഡും അയഡിൻ ആൽക്കഹോളിലുള്ള ഒരു സൊല്യൂഷനും എക്സ്റ്റേണലായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു നല്ല മെഡിസിനാണ്. പൊട്ടാഷ്യം അയഡൈഡ് ഫോട്ടോഗ്രാഫിയിൽ ഉപയോഗിക്കുന്നു. പിന്നെ ഡീപ് ബ്ലൂ കളറാണ്
കിട്ടുന്ന നമുക്ക് ഈ സ്റ്റാർച്ചിന്റെ ഒരു ടെസ്റ്റ് നമ്മളെല്ലാം ചെയ്തിട്ടുണ്ടായിരിക്കും. പ്രസൻസ് ഓഫ് സ്റ്റാർച്ച് എങ്ങനെ നമ്മൾ കണ്ടെത്തുന്നു? സ്റ്റാർച്ച് ഉണ്ടെങ്കിൽ അതിനകത്ത് അയോഡിൻ ഒഴിച്ചു കഴിഞ്ഞാൽ നല്ല നീല നിറത്തിലൊരു പിഗ്മെന്റേഷൻ, ഒരു ഡെപ്പോസിഷൻ നമുക്ക് കിട്ടും. ആ പ്രസിപ്പിറ്റേറ്റ്, ആ ഒരു കളറ് സ്റ്റാർച്ചിന്റെ ഒരു ടെസ്റ്റായിട്ട് നമ്മളെല്ലാവരും ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഒരു ഗ്രോൺ അപ്പ് പേഴ്സണ് ടിഷ്യൂല് 50 മില്ലിഗ്രാം അയോഡിൻ ഉണ്ടായിരിക്കും, നല്ലതായിട്ട് പൂർണ്ണ വളർച്ചയെത്തിയ ഒരു മനുഷ്യന്. ബ്ലഡിലെ 8 മുതൽ 10 മൈക്രോഗ്രാം പെർ ഡെസി ലിറ്റർ ആണ് നോർമലായിട്ടുള്ളത്. നമ്മൾ ഇപ്പോൾ TSH ഒക്കെ നോക്കുമ്പോൾ നമുക്കറിയാം, അയോഡിൻ നോക്കുമ്പോൾ 0.5 മൈക്രോഗ്രാം ടു 1 മൈക്രോഗ്രാം പെർ 100 ml കാണും അയോഡിന്റെ അളവാണ് ഞാൻ പറഞ്ഞത്. പിന്നെ അയോഡിൻ ബൗണ്ട് ആൽഫ ഗ്ലോബുലിൻ പ്രോട്ടീൻ, അതായത് PBI എന്ന് പറയും, പ്രോട്ടീൻ ബൗണ്ട് അയോഡിൻ ഇസ് ഇൻ പ്ലാസ്മ, ബ്ലഡ് പ്ലാസ്മയിൽ ഉള്ളതാണ്. അത് 3 മുതൽ 7 മൈക്രോഗ്രാം പെർ 100 ml ആണ് അതിന്റെ നോർമൽ അളവ്. നമ്മുടെ സാധാരണ ആഹാരത്തിൽ, ഭക്ഷണത്തിൽ 180 മില്ലിഗ്രാം ഓഫ് അയോഡിൻ ഉണ്ടായിരിക്കേണ്ടതാണ്. കുട്ടികൾക്ക് വളരെ കൂടുതലായിട്ടും കുറച്ചുകൂടി കൂടുതൽ ആവശ്യമാണ്. നമ്മുടെ വെള്ളത്തിൽ നിന്ന്, ഇപ്പോൾ നമ്മുടെ സാധാരണ നമുക്ക് ലഭിക്കുന്ന പൈപ്പ് വാട്ടറിൽ നിന്നൊക്കെ കുടിവെള്ളത്തിൽ നിന്നും സാധാരണ അയോഡിൻ ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ കിണർ വെള്ളത്തിൽ അയോഡിൻ ഉള്ളതുകൊണ്ട് ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയോഡിൻ ഇതെല്ലാം കുടിവെള്ളത്തിൽ, കിണറിൽ നിന്നുള്ള വെള്ളത്തിലും ധാരാളമായിട്ടുണ്ട്. നല്ല ഒരു സോഴ്സാണ്. എങ്ങനെ? ഭൂമിയിൽ നിന്നാണ് അത് കിട്ടുന്നത്. കാരണം കടലിൽ നിന്നുള്ള സോഴ്സ് എന്നുള്ളതല്ല, മറിച്ച് ഇത് ഭൂമിയിൽ തന്നെ ഈ അയോഡിൻ്റെതായിട്ടുള്ള ഇത് കിണർ വെള്ളത്തിലൂടെ നമുക്ക് കിട്ടാം. ഇനി അതുപോലെ തന്നെ ഫിഷ്, കറിയുപ്പ്, പിന്നെ ഫിഷ് ഓയിൽ, മീനെണ്ണ, അതുപോലെ തന്നെ സീവീഡ്സ്, മിൽക്ക് നല്ലൊരു സോഴ്സാണ് അയോഡിൻ്റെ. മിൽക്ക് നല്ല സോഴ്സാണ്. മീറ്റും അതുപോലെ തന്നെ. പിന്നെ വെജിറ്റബിൾസിൽ മിക്കവാറും ചില വെജിറ്റബിൾസ് എല്ലാം നല്ലവണ്ണം ആയിട്ട് അയോഡിൻ ഉള്ളതാണ്. ഈ കടൽ തീരത്തുള്ള സസ്യങ്ങളിൽ കുറച്ച് സസ്യങ്ങൾ നമ്മൾ നല്ല വണ്ണം അയോഡിൻ ഉള്ള പ്ലാന്റ്സ് ആണ് കടൽ തീരത്ത്. കാരണം സസ്യങ്ങൾക്ക് ഇതിനെ ഇത് ഗ്രോത്തിനെ വളരെ കൂടുതൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ്. നമ്മുടെ ശരീരത്തിന്റെ വളർച്ചയിൽ സിങ്കിനെ പോലെ തന്നെ അയോഡിനും വളരെയേറെ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും ഈ പ്ലാന്റ്സ് ഇതിനെ അബ്സോർബ് ചെയ്യുന്നുമുണ്ട്. ധാരാളമായിട്ട് കടൽ തീരത്തെ സസ്യങ്ങളിൽ നമ്മുടെ കരയിലെ പ്രദേശങ്ങളിലുള്ളതിനേക്കാൾ കൂടുതലായിട്ട് കാണാം. ഇപ്പൊ ഈ നമ്മുടെ മുയൽച്ചെവിയൻ എന്ന് പറയുന്ന ഒരു, ഇപ്പൊ ഞാൻ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞിരുന്നു, അതൊരു ബ്രൗണിഷ് നീല കളറാണ്, അയോഡിൻ പോലത്തെ ഒരു കളറാണ് ആ ചെടിക്ക്. മുയൽച്ചെവിയൻ കണ്ടിട്ടുണ്ടായിരിക്കും. അത് നമ്മളെ ഈ അസുഖങ്ങളെ, മുറിവൊക്കെ വന്നാൽ പിടിച്ച് കയക്കി ചിതയ്ക്കാറുണ്ട്. അപ്പം നമ്മൾ പറയാറുണ്ട് ഇത് അയോഡിൻ ഉള്ളതാണ് എന്നൊക്കെ. പക്ഷേ ഇപ്പൊ ഇത് നമ്മുടെ മൂന്നാർ പോലുള്ള പ്രദേശങ്ങളിലൊക്കെ ചെന്ന് നോക്കിയാൽ അവിടുത്തെ വളരെ ചെറിയ ഉയർന്ന പ്രദേശങ്ങളിൽ വളരെ ചെറിയ രീതിയിൽ കാണും. അതിന് എന്നാൽ ഇതിൻ്റെതായ വലിയ 1-2 കണ്ടിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൽ ഈ തിരുവനന്തപുരത്തിന്റെ ഭാഗത്തുള്ളൊക്കെ ഈ മുയൽ ചെവിയൻ നല്ല രീതിയിലുണ്ട്. അതിനകത്ത് അയോഡിൻ എന്ന് പറയുന്ന കമ്പൗണ്ട്സിന്റെ കുറച്ച് ക്രിസ്റ്റൽസ് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ ഈ പുസ്തകത്തിൽ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അത് അയോഡിൻ ആയിരിക്കാമെന്ന് സംശയമുണ്ട്. എന്തായാലും അവിടെ ഈ തണുത്ത പ്രദേശങ്ങളിലും നമ്മുടെ മൂന്നാറിന്റെ ഇടുക്കിയുടെ പല ഭാഗങ്ങളിലും തൈറോയിഡിന്റെ എണ്ണം വളരെ കൂടുതലാണ്. പേഷ്യൻസിന് നമ്മളൊരു 60 പേരെ എടുത്താൽ ഒരു 40 പേർക്കും തൈറോയിഡ് ഉണ്ടായിരിക്കും. TSH നോക്കിക്കഴിഞ്ഞാൽ ഒരു 50 പേർക്കും TSH വളരെ കൂടുതലായിരിക്കും. ഹൈപ്പോതൈറോയിഡിസത്തിന്റെ പ്രാരംഭ ലക്ഷണമായിട്ട് വരാറുണ്ട്. സിംറ്റംസ് ഇതുമായിട്ടൊന്നും വരുന്നില്ല എന്ന് മാത്രം. മെന്റൽ റിട്ടാർഡേഷൻ, മൂവ്മെന്റ്സ് ഓഫ് ഐസ്, അതായത് സ്കിന്റെ നിസ്റ്റാഗ്മം. സ്കിൻ എന്ന് പറഞ്ഞാൽ കണ്ണിങ്ങനെ ഒരു സൈഡിലേക്ക് മാത്രം ഇങ്ങനെ ചരിഞ്ഞു പോവുക, നേരെ നോക്കാൻ നമുക്ക് സാധിക്കാതെ വരിക. നിസ്റ്റാഗ്മസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ണ് എല്ലാം എപ്പോഴും മുകളിലോട്ട് നോക്കാനും താഴോട്ടും ഇങ്ങനെ ഏതെങ്കിലും മാത്രം ഓസിലേറ്റ്, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഓസിലേഷൻ, ഇങ്ങനെ വൈബ്രേഷണൽ സ്റ്റേറ്റിൽ ഓസിലേറ്റ് ചെയ്ത് കണ്ണിൻ്റെ ഐറിസ് മുന്നോട്ടും മുന്നോട്ടും ഇങ്ങനെ കണ്ണ് ചലിക്കാൻ ആ ഒരു സ്വഭാവത്തെയാണ്, രോഗത്തെയാണ് നിസ്റ്റാഗ്മസ് എന്ന് പറയുന്നത്. ഈ സ്ക്വിൻറ്റും സ്ട്രബിസ്മസും ഒന്നാണ്, നിസ്റ്റാഗ്മസും ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ 3 കംപ്ലൈൻറ്റും അയോഡിൻ്റെ ഈ ഒരു പ്രധാനമായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഒരു ഡിസീസാണ്. പിന്നെ ഇൻഫൻസിൽ ഇതിന് ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ മൈൽ സ്റ്റോൺസ് ഓഫ് ഡെവലപ്മെന്റ്സ്, ഇപ്പോൾ ഇരിക്കുക, നടക്കുന്ന പ്രായം, അല്ലെങ്കിൽ നിവർന്ന് വരിക, നിവർന്ന് എഴുന്നേൽക്കുക, ഇങ്ങനെയുള്ള ആ ഒരു മൈൽ സ്റ്റോൺസ് എല്ലാം വീക്കായിട്ട് പിന്നിലേക്ക് പോകാൻ അയോഡിന് അതിൻ്റെ ഡെഫിഷ്യൻസി മൂലം സംഭവിക്കുന്നുണ്ട്. എല്ലാം ടൈം പ്രൊലോങ് ചെയ്ത് പോകുന്നു. കാലുകളിലെ ചെസ്റ്റ് മസ്കുലർ വീക്ക്നെസ്, എൻഡമിക് ക്രെറ്റിനിസം, ഇതെല്ലാം ഈ അയോഡിന്റെ ഡെഫിഷ്യൻസി മൂലം ഡെപ്പോസിറ്റ് ചെയ്യുന്ന രോഗങ്ങളാണ്.
അയഡിനും ബ്രോമിനെ പോലെ തന്നെ സ്മാൾ ഇൻറ്റസ്റ്റൈനിൽ നിന്നാണ് അബ്സോർബ് ചെയ്യുന്നത്. കണ്ടമാനം അബ്സോർബ് ചെയ്യാൻ ഇതിന്റെ അബ്സോർപ്ഷനെ കാൽസ്യം എന്ന് പറയുന്ന മെറ്റൽ ഇൻഹിബിറ്റ് ചെയ്യാറ്. അതായത് ഇപ്പോൾ കാൽസ്യത്തിന്റെ ഡിഫക്റ്റ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അയഡിന്റെ അബ്സോർപ്ഷനും ഓട്ടോമാറ്റിക്കലായിട്ട് വരും. ഇത് കാരണം എന്ന് പറഞ്ഞാൽ കാൽസ്യത്തിന്റെ ചില സൾഫേറ്റ്സ് അല്ലെങ്കിൽ ഒക്കെ നമ്മൾ കൂടുതലായിട്ട് ഇപ്പം ഫുഡിൽ കാൽസ്യം ഓക്സലേറ്റ് അതുപോലുള്ള ചേർന്ന ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് ഇരിക്കുകയാണെങ്കിൽ സ്ഥിരമായിട്ട് കഴിക്കുകയാണെങ്കിൽ അയഡിന് അബ്സോർബ്. കോളിഫ്ലവർ കഴിക്കരുതെന്ന് പറയാറുണ്ട്, മരച്ചീനി കഴിക്കരുതെന്ന് പറയാറുണ്ട്. ഇതിലൊക്കെ മരച്ചീനിയിലുള്ള സയാനിൻ എന്ന് പറയുന്ന ആ ഭാഗം അയഡിനെ അബ്സോർപ്ഷനെ സഹായിക്കുന്നില്ല, ആ അബ്സോർപ്ഷനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു. അതുകൊണ്ടാണ് കപ്പ കഴിക്കരുതെന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഈ കോളിഫ്ലവർ, മുട്ടക്കോസ്, അതിലും ധാരാളമായിട്ട് സയനൈഡ് മറ്റൊരു ഭാഗം, അതുപോലെ സയനൈഡ് മാത്രമല്ല വേറൊരു ഘടകവും കൂടെ ഉണ്ട്. അയഡിനെ അബ്സോർപ്ഷനെ നിരാകരിക്കുന്നു അല്ലെങ്കിൽ അബ്സോർപ്ഷനെ തടസ്സപ്പെടുത്തുന്നത് കൊണ്ടാണ്. അത് രണ്ടും ഈ തൈറോയ്ഡ് ഉള്ളവർ കഴിക്കാൻ പാടില്ല എന്ന് പറയുക. അത് മാത്രമല്ല തൈറോയ്ഡ് വരുത്തുന്നതിനും വളരെ കൂടുതലായിട്ടുള്ളതിന്റെ കൺസംഷൻ പക്ഷേ കാരണമായേക്കാം. അയഡിന്റെ ഫെയ്റ്റൽ എമൗണ്ട്, അതായത് മരണഹേതുവാകാവുന്ന എമൗണ്ട് വെറും 2 മുതൽ 4 ഗ്രാമാണ് അയഡിൻ. അയഡിൻ പെട്ടെന്ന് വിഴുങ്ങിക്കഴിഞ്ഞാൽ അബ്സോർബ് നമ്മൾ തൊണ്ടയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ തൊണ്ട വളരെ നീറുന്ന വേദനയും അമിതമായ മുന്നൽ വരികയും ഛർദിലുണ്ടാവുകയും വയറിളക്കം ഉണ്ടാവുകയും ചെയ്യുന്നു. കാലുകളും കൈകൾക്കും വിറയലും വേദനയും ഉണ്ടാവുകയും പെട്ടെന്ന് തന്നെ അൺകോൺഷ്യസ് ആവുകയും ചെയ്യും അയഡിൻ അധികം ഉള്ളിൽ പോയാൽ. പിന്നെ ചെറിയ അളവിൽ അയഡിൻ നമുക്ക് കിട്ടാൻ വളരെയേറെ സാധ്യത ഉള്ളതുകൊണ്ട് ചിലപ്പോൾ കൂടുതൽ അയഡിൻ ഇങ്ങനെ ഡെയിലി കണ്ടമാനം അയഡിൻ ഉണ്ടായി ബോഡിയിൽ വരികയാണെങ്കിൽ ഒരു കണ്ടീഷൻ അയഡിനിസം എന്നാണ് അതിന് പറയുന്നത്. അത് ഒരു സാധാരണ സിംറ്റംസ് ആണത്. ഡിസീസ് ഫ്രോണ്ടൽ സൈനസൈറ്റിസ് ആണ് സാധാരണയായിട്ട് വരുന്നത്. റണ്ണിങ് നോസും കൺജങ്ക്റ്റിവൈറ്റിസും ഉണ്ടായിരിക്കും. ഇഡിമാറ്റസ് ട്രക്കിയ ആൻഡ് ബ്രോങ്ക കാരണം ചെറിയ നെഞ്ച് ചുമയോ അങ്ങനെ എന്തെങ്കിലും ഇൻടോക്സിക്കേറ്റഡ് ഫീലിംഗ് വരും. ഇൻടോക്സിക്കേറ്റഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ക്ഷീണം ആയിട്ടുള്ള ഫീലിംഗ് ആണ്. ഇൻടോക്സിക്കേറ്റഡ് ആയിട്ട് നമുക്ക് ഉള്ളില് ലഹരി ഉപയോഗിച്ചതുപോലുള്ള ഒരു ഫീലിംഗ്. പിന്നെ സലൈവേഷൻ വളരെ കൂടുതലായിരിക്കും, നല്ല നോസിയ ഉണ്ട്, വൊമിറ്റ് ചെയ്യുന്നു. അതോടൊപ്പം കുറെ ഇത് പെട്ടെന്നുള്ള കുറച്ച് സിംറ്റംസ് ഇങ്ങനെ ഗ്രാജുവലായിട്ട് ഈ സിംറ്റംസ് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും. അത് അയഡിനിസത്തിന്റെ സിംറ്റം ആണ് നമ്മൾ അറിയാൻ വൈകും. പിന്നീട് ഗ്രാജുവലി ലൂസിങ് ഫ്ലഷ്, നമ്മൾ ടെസ്റ്റിൽ പഠിച്ചിട്ടുണ്ട് വൈൽ ഈറ്റിംഗ് വെൽ എന്നുള്ള അയഡത്തിന് ലൂസിങ് ഫ്ലഷ്, മാംസപേശികൾ ശോഷിക്കുകയും പുരുഷന്മാരിൽ ടെസ്റ്റിക്കുലാർ അട്രോപ്പി, വൃഷണങ്ങൾ ശോഷിച്ചു പോവുക, സ്ത്രീകളിലെ സ്ഥലം ശോഷിക്കുക, ഈ രോഗങ്ങൾ ഈ അയഡിന്റെ മായി ബന്ധപ്പെട്ടാണ് വരുന്നത്. സ്കിൻ ഡിസീസ് ആൽസോ ഉണ്ട്. അയഡിന്റെ പ്രത്യേകമായിട്ടുള്ള സ്കിന്നും നമുക്കൊക്കെ അറിയാവുന്നതാണ്. ആഴ്സ് അയഡ്, അമോണിയം അയഡ്, അർജന്റം അയഡ്, ഓറം അയഡ്, കാഡ്മിയം അയഡ്, പിന്നെ എന്താണ് ഫെറം അയഡ്, നാട്രം അയഡ്, പ്ലംബം അയഡ് ആർ ദ അയഡിൻ കോമ്പൗണ്ട്സ് യൂസ്ഡ് ഇൻ ഹോമിയോപ്പതി. നമ്മുടെ ഹോമിയോപ്പതിയിലെ നമ്മുടെ പ്രത്യേകമായിട്ടുള്ള സിംറ്റംസ് ഞാൻ ബോർക്കിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. റാപ്പിഡ് മെറ്റബോളിസം ആണ്. മെറ്റബോളിസം വളരെ കൂടുതലുള്ളതുകൊണ്ടാണ് ഇത്രയും വലിയ റാവനസ് ആപ്പറ്റൈറ്റ് വരുന്നത്. ഹംഗ്രി വിത്ത് മ്യൂക്കസ്, മച്ച് തേഴ്സ്റ്റ് ആണ്, നല്ല തേഴ്സ്റ്റ് ആണ് അയഡം. ഹോട്ട് പേഷ്യൻ്റ് ആണെന്നും അറിയാം. ഈ എന്നാലേ ഭക്ഷണം കഴിച്ചുകൊണ്ട് നല്ല ബെറ്ററാണ്, ആശ്വാസം ഉണ്ട്. ഗ്രേറ്റ് ഡെബിലിറ്റി, ക്ഷീണം അധികരിക്കുന്നു. ദ സ്ലൈറ്റസ്റ്റ് എഫേർട്ട് ഇൻഡ്യൂസ് പെർസ്പിറേഷൻ, പെട്ടെന്ന് എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ തന്നെ ധാരാളമായിട്ട് വിയർക്കുന്നു. ഈ അയഡത്തിന്റെ ഹാർട്ടൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അയഡം ഇന്ത്യയുടെ വളരെ തിന്നായിട്ടും ഡാർക്ക് കോംപ്ലക്ഷൻ ആയിട്ട് മാറി വരുന്നതാണ് അയഡിന്റെ കോംപ്ലക്ഷൻ വിത്ത് എൻലാർജ് ലിംഫാറ്റിക് ഗ്ലാൻസ്. ട്യൂബർക്കുലർ ടൈപ്പ് ആയിട്ടുള്ള തിന്നായിട്ടുള്ള ആൾക്കാർ ഹോട്ട് പേഷ്യൻ്റ് ആണ്. അയഡിന്റെ ഒരു സിംറ്റംസ് ആണ്. ഇനി അയഡിനെ കുറിച്ച് വേറെ കൂടുതലായിട്ട് പറയാനുള്ളത്, അയഡിൻ അറോസസ് ദ ഡിഫൻസീവ് അപ്പാരറ്റസ് ഓഫ് ദ സിസ്റ്റം. ശരീരത്തിലെ ഡിഫൻസീവ് മെക്കാനിസത്തിനെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് അയഡിൻ. കാരണം ഇത് അസംബ്ലിങ് ദി മോണോന്യൂക്ലിയർ ലൂക്കോസൈറ്റ്സ്, ഫാഗോസൈറ്റോസിസിനെ, അതായത് ഈ പ്രതിരോധ സെൽസിനെ ഉത്തേജിപ്പിക്കുന്നതിനെ ഹെൽപ്പ് ചെയ്യുന്നതിന് അയഡിൻ സഹായിക്കുന്നുണ്ട്. പേഷ്യൻസ് ക്രേവ്സ് കോൾഡ് എയർ യൂസ്ഡ് ഫോർ ലെഡ് പോയ്സണിങ്. ലെഡ് പോയ്സണിങ്ങിന് ഈ അയഡിന് ഒരു ലോവർ പൊട്ടൻസീസ് ഉപയോഗിച്ചാൽ നല്ലതാണ്. ഈ ക്രോണിക് ഇൻഫ്ലമേഷൻസിലും കാപ്പിലറി കൺജഷന് വന്നിട്ടുണ്ടാകുന്ന നീര് വീക്കത്തിനും എക്കിമോസിസ്, ഹെമറേജ്, ഇതിനെല്ലാം ഈ അയഡിൻ ഉപയോഗിക്കുന്നുണ്ട്. ന്യൂട്രിറ്റീവ് ഡിസ്റ്റർബൻസസ് ഉണ്ടാകുന്നതിനുള്ള കംപ്ലൈൻസിന് റാപ്പിഡ് എമാസേഷൻ, ന്യൂട്രിറ്റീവ് ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്ന റാപ്പിഡ് എമാസേഷൻ, പെട്ടെന്ന് ഉണ്ടാകുന്ന മരിച്ചു പോകുന്ന അവസ്ഥയ്ക്കും അയഡിൻ ഒരു നല്ല പ്രതിയാണ്.
സ്ക്രോബുലസ് പേഷ്യൻസ് ആണ് നേരത്തെ പറഞ്ഞു. ഗ്ലാൻഡുലർ അട്രോപ്പി ഇൻ ന്യൂമറസ് വേസ്റ്റിംഗ് ഡിസീസസ്. പിന്നെ റെസ്പിറേറ്ററി കംപ്ലൈൻസ്, ന്യൂമോണിയ പെട്ടെന്ന് തന്നെ റിമോണി എക്സ്റ്റൻഷൻ ചെയ്യുന്നതിന് എക്സ്റ്റൻഷൻ ആയി പോകുന്നു എന്നുള്ളതാണ്. ന്യൂമോണിയ പെട്ടെന്ന് തന്നെ ഉണ്ടാകുന്നു. അഡിനോയിഡ് വെജിറ്റേഷൻസിനും ഈ അയോഡിൻ ഉപയോഗിക്കുന്നു. സ്കിന്നില് നല്ല ഡിസ്ഇൻഫെക്റ്റന്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് അയോഡിൻ. വളരെ പവർഫുൾ ആയിട്ടുള്ളതും എന്നാൽ വളരെ കൂടുതലായിട്ട് ഈസിലി ഉപയോഗിക്കാൻ പറ്റുന്നതായിട്ടുള്ള ഒരു മൈക്രോബിസൈഡാണ് അയോഡിൻ. നമുക്കെല്ലാം അറിയാം. ഡ്രസ്സിങ്ങിനൊക്കെ നമ്മൾ ധാരാളമായിട്ട് അയോഡിൻ ഉപയോഗിക്കുന്നു. ഇൻസെക്ട്സിന്റെ ബൈറ്റിനും ഗൺഷോട്ട് വൂണ്ടിന്റെ ക്ലീനിങ്ങിനും ഒക്കെ അയോഡിൻ പണ്ടുകാലം വളരെ നാളുകൾക്ക് മുമ്പ് തന്നെ ഉപയോഗിച്ചിരുന്നു. നെക്സ്റ്റ് താലിയമാണ്. ഈ താലിയം നമ്മൾ സാധാരണ അധികം ഉപയോഗിക്കുന്നില്ല. അതെങ്കിലും നല്ല ഒരു മെറ്റാലിക് എഫക്റ്റ് ഉള്ള ഒരു മെറ്റൽ എലിമെന്റ് ആണ്, മെഡിസിൻ ആണ്. അറ്റോമിക് നമ്പർ 81, അറ്റോമിക് വെയിറ്റ് 204.37, സിമ്പൽ TL. ഇത് സ്പെക്ട്രോസ്കോപ്പിക്കലി കണ്ടെത്തിയ ഒരു എലിമെന്റ് ആണ്. എന്തിനാ വെച്ചാൽ എന്താണ്, ഈ താലിയത്തിന്റെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗ്രീൻ സ്പെക്ട്രം വരുന്നുണ്ട് ഇതിന്റെ പ്രസൻസിൽ. അങ്ങനെയാണ് ഇത് ഈ താലിയം എന്ന് പറയുന്ന എലിമെന്റ് കണ്ടെത്തിയത്. 81 ആണ് അറ്റോമിക് നമ്പർ. അതുകൊണ്ട് വളരെ ദൂരെ ഒന്നും പോയതല്ല. ഇനി ബ്രിട്ടീഷിൽ ആയിട്ടുള്ള ഒരു ആള് സർ വില്യം കോക്കസ് എന്നാണ്. ഈ ക്രൂക്സ് ഇതിന് പ്രൊണൗൺസ് ചെയ്യുന്നത് കോക്രോ എന്നാണ്. കോക്രോ. ഇത് ഞാൻ ഗൂഗിളിൽ നിന്നപ്പോൾ എടുത്താണ്. ക്രോക്സ് എന്നല്ല അത് പറയുന്നത്, ക്രോക്സ് എന്നാണ്. കോക്രോസ്. ക്ലോഡ് ആഗസ്റ്റ് ലാമി എന്ന് പറയുന്ന ആള് ഫ്രാൻസിൽ ആൽസോ അറ്റ് ദ സെയിം ടൈം, അതേ സമയത്ത് തന്നെ ഈ 1861 തന്നെ മറ്റൊരു രാജ്യത്ത് ഫ്രാൻസിലും അദ്ദേഹം കണ്ടെത്തി. അദ്ദേഹത്തിന്റെ പേര് എന്താണ്, ക്ലോഡ് ആഗസ്റ്റ് ലാമി. ഗ്രീക്കില് താലസ് എന്ന് പറഞ്ഞാൽ ടിഗ് ആണ്, ഒരു ഷൂട്ട് അല്ലെങ്കിൽ ടിഗ്. പണ്ട് വൈനിന്റെ ഒക്കെ നമ്മുടെ ടിഗ്, അതായത് ഒലിവിന്റെ മരങ്ങളും ടിഗിനും വളരെ പ്രാധാന്യമുണ്ട് ചരിത്രത്തിൽ. അതുപോലെ ഈ താലസ് എന്ന ഇത് യഥാർത്ഥത്തില് ഹാലസ് എന്നാണ് അതിന് പറയുന്നത്. താലസ് അതിന്റെ താലിയമല്ല, ഹാല്യം. നമ്മുടെ മറ്റേ തിരിച്ചിട്ട അല്ല, മറ്റേ വാധേയം എന്ന നൈൻ ഇസ് ബിക്കോസ് ഓഫ് ദിസ് ബ്യൂട്ടിഫുൾ ഗ്രീൻ സ്പെക്ട്രം. ആ ഗ്രീൻ സ്പെക്ട്രം ഉള്ളതുകൊണ്ടാണ് ഈ താലിയത്തിന് ഇങ്ങനെ ഒരു പേര് കൊടുത്തത്. ഇതിനെ ക്രൂക്സൈറ്റ് എന്ന് പറയുന്ന ഒരു ഓര് അല്ല അയിര് ഇതിന് ഉണ്ട്. ഇതിന് മിനറലാണ്. ലോറൻഡൈറ്റ്, ഹച്ചിസൺ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ, ഹച്ചിൻസോനൈറ്റ്. ദെൻ മാംഗനീസ് നോഡ്യൂൾസ് ഫൗണ്ട് ഇൻ ദ ഓഷൻ ഫ്ലോർ. സമുദ്രത്തിന് അടിത്തട്ടിലുള്ള മാംഗനീസ് ആയിട്ടിന്റെ കുറച്ച് നോഡ്യൂൾസ് അല്ലെങ്കിൽ കട്ടകളിൽ ഈ നോഡ്യൂൾസ് ആയിട്ട് കാണുന്നത് എപ്പോഴാണ്? ഇവിടെയാണ്. കടലിന്റെ അടിത്തട്ടത്തിൽ ഈ പവിഴപ്പുറ്റുകൾ പോലെ കാണപ്പെടുന്ന ഭാഗങ്ങളിൽ നിന്ന് മാംഗനീസ് കണ്ടെത്തുന്നുണ്ട്. അതിനോടൊപ്പം താലിയവും ചേർന്നാണ് കാണപ്പെടുന്നത്. മെറ്റാലിക് ലസ്റ്റർ ഉണ്ട്. പിന്നെ ഒരു ബ്ലൂയിഷ് ഗ്രേ ടിഞ്ച് ഇത് ഉണ്ട്. ഇതിന് വെള്ളത്തില് ഒരു ഹൈഡ്രേറ്റ് ഉണ്ടാകുന്നുണ്ട്. മാലിയബിൾ ആണ്, മറ്റു മെറ്റലിനെ പോലെ പരത്താവുന്നതാണ്. പിന്നെ എന്നാലും ഇത് സോഡിയത്തെയും പൊട്ടാഷ്യത്തെയും പോലെ, സോപ്പ് പോലെ നമുക്കിങ്ങനെ മുറിച്ചെടുക്കാവുന്നതാണ്, കത്തി കൊണ്ട് മുറിക്കാവുന്ന ഒരു മെറ്റലുമാണ്. സ്കിന്നിൽ കോണ്ടാക്ട് പാടില്ല, നേരിട്ട് കൈകൊണ്ട് എടുക്കാൻ പാടില്ല. കാര്യം സ്കിന്നിൽ അത് വളരെ സോർ ഉണ്ടാക്കും. ഇതൊരു കാർസിനോജനിക് ആണെന്ന് സസ്പെക്ട് ചെയ്യുന്നു നമുക്ക് മനുഷ്യനില്. റോഡന്റിസൈഡ് ആയിട്ട് ഈ എലികളെയും ഉറുമ്പിന്റെ കൊല്ലുന്നതിനുമായിട്ട് ഉള്ള പ്രോഡക്ട്സിൽ ഈ താലിയം ഉപയോഗിക്കുന്നുണ്ട്. താലിയം സൾഫേറ്റ് ആണ് അത്. ടേസ്റ്റ്ലെസ്, ഓർഡർലെസ്, നോ വാർണിംഗ് ഓഫ് ഇറ്റ്സ് പ്രസൻസ്. ഇതുണ്ടെന്ന് അറിയാനും പറ്റില്ല. ടേസ്റ്റ് ഇല്ല, ഓർഡർ ഇല്ല. പിന്നെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഇതിനൊരു പ്രത്യേകിച്ചാണ്. അത് ഇൻഫ്രാറെഡ് ലൈറ്റിന്റെ സാന്നിധ്യത്തിൽ ഇതിന്റെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഇല്ലാതെ പോകുന്നു. അല്ലാത്തപ്പോൾ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഉണ്ട്. ഇതൊരു നല്ല പോയിന്റാണ്, ഇൻട്രസ്റ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് ഫോട്ടോ സെൽസിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട്. താലിയം ബ്രോമൈഡ് ഇസ് യൂസ്ഡ് ആസ് ഇൻഫ്രാറെഡ് ഓപ്റ്റിക്കൽ മെറ്റീരിയൽസിലും താലിയം ബ്രോമൈഡ് ഉപയോഗിക്കുന്നുണ്ട്. ഇൻ മെഡിസിൻ സാധാരണ താലിയം ഉപയോഗിക്കുന്നത് ട്രീറ്റ് റിംഗ്വർംസിനാണ് ആൻഡ് അതർ സ്കിൻ കംപ്ലൈൻസ്. ഹോമിയോപ്പതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് സിംസ് ടു ഇൻഫ്ലുവൻസ് ദ എൻഡോക്രൈൻസ്, എസ്പെഷ്യലി ദ തൈറോയിഡ് ആൻഡ് അഡ്രിനാലിൻ. മോസ്റ്റ് ഹൊറിബിൾ ന്യൂറാൾജിക് സ്പാസ്മോഡിക് ഷൂട്ടിംഗ് പെയിൻ ഇൻ സ്റ്റൊമക്ക്.
അത് വയറിൽ കത്തിക്കാളുന്ന വളരെ ആയിട്ടുള്ള വേദനയാണ്. ഈ താലീയത്തിൻ്റെ വേദനയാണ്. ഇലക്ട്രിക് ഷോക്സ്, ലൈക്ക് ഇലക്ട്രിക് ഷോക്സ്. പിന്നെ പാരാപ്ലീജിയ ഇത് താലീയത്തിൻ്റെ ഒരു സിംറ്റമാണ്. അലോപേഷ്യ ഫോളോയിങ് അക്യൂട്ട് എക്സോസ്റ്റിംഗ് ഡിസീസ്, നൈറ്റ് സെറ്റ്സ്, പോളിന്യൂറൈറ്റിസ്, ഡെർമൽ ട്രോഫിക് ലീഷൻസ്, ഡെർമലായിട്ടുള്ള തൊലിപ്പുറത്തുണ്ടാകുന്ന രോഗങ്ങൾ, ലോവർ ലിംബിനെ ഗ്രാജുവലി പാരാലിസിസ് ഉണ്ടാക്കാൻ ഈ താലീയ. ഡോക്ടർ മ്യൂട്ടാണല്ലോ, ഒന്ന് അൺമ്യൂട്ട് ചെയ്യണേ. ഡോക്ടർ മ്യൂട്ടാണ്. ഇതുവരെ കേട്ടോ ഡോക്ടറെ? അല്ല, ഇപ്പം നമ്മൾ പിന്നെ ഇപ്പൊ പറഞ്ഞത് കേട്ടില്ല. റോഡിയം പോളിന്യൂക്ലിയർ അവിടെ കൂടെ കഴിഞ്ഞിട്ട് പിന്നെ കേട്ടില്ലായിരുന്നു. അവിടുന്ന് ശരി. ഈ പോളിയോന്യൂക്ലിയർ ന്യൂട്രോസെൽസ് അതാണോ മാംഗനീസിന്റെ ആ ഭാഗം പറഞ്ഞതാണോ? ഇല്ല, പാരാപ്ലൈജി ഒക്കെ കഴിഞ്ഞിട്ടുള്ള ആ ഭാഗം കുറച്ചിങ്ങോട്ട് വരുമ്പോ കേട്ടില്ല. അലോപേഷ്യ, അക്യൂട്ട് എക്സോസ്റ്റിംഗ് ഡിസീസ്, നൈറ്റ് സെറ്റ്സ്, പോളിന്യൂറൈറ്റിസ്, ഡെർമൽ ട്രോഫിക് ലീഷൻസ്, പാരാലിസിസ് ഓഫ് ലോവർ ലിംസ്, ഇതെല്ലാം ഈ താലീയത്തിന്റെ പ്രധാനപ്പെട്ട സിംറ്റംസ് ആണ്. പാരാലിസിസ് ആണ് അതിന്റെ ഒരു ഇത് നമുക്ക് പ്രധാനപ്പെട്ടത്. റോഡിയം ആണ് അടുത്ത മെറ്റൽ. റോഡിയം എന്ന് പറയുന്നത് അറ്റോമിക് നമ്പർ 45, അറ്റോമിക് വെയിറ്റ് 102.9055, അറ്റോമിക് സിമ്പൽ RH. ഇത് ഗ്രീക്ക് ആണ്. റോഡോൺ എന്ന് പറഞ്ഞാൽ, റോഡോൺ എന്ന് വെച്ചാൽ റോസ് എന്നാണ്, റോസ്. 1803 1804 ഇടയിൽ വില്യം ഹൈഡ് വോളാസ്റ്റൺ ഇംഗ്ലീഷ് ഒരു ഇംഗ്ലീഷ് സയന്റിസ്റ്റ് ആണ് ഇത് റോഡിയം കണ്ടെത്തിയത്. സാധാരണ വളരെ റെയർ ആയിട്ട് കാണുന്ന ഒരു നോബിൾ മെറ്റലാണ്. പ്ലാറ്റിനം അറിയാമല്ലോ, അത്തരത്തിലുള്ള ഒരു ഇതിൽ വരുന്നതാണ്. വളരെ ഏറിയ ഒരു മെറ്റലാണ് റോഡിയം. ഇതിനും ഈ ജ്വല്ലറിയിൽ റോഡിയം ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ നല്ല ഹെവി ആയിട്ടുള്ള ബോയിലിംഗ് പോയിന്റ് അല്ലേ, വളരെ കൂടുതൽ ബോയിലിംഗ് പോയിന്റും മെൽറ്റിംഗ് പോയിന്റും ഉള്ളതുകൊണ്ട് ഹീറ്റ് ടോളറൻ്റ് ആയിട്ടുള്ള സ്റ്റോയിലും മറ്റുമൊക്കെ ധാരാളമായിട്ട് റോഡിയം ഉപയോഗിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് ആൻ ഇനേർട്ട് നാച്ചുറുമാണ്, ഒരിക്കലും കൊറോസീവ് അല്ല. വളരെ ഡെൻസിറ്റി അത് വളരെ ലോവർ ഡെൻസിറ്റി ആണ്. പക്ഷേ പ്ലാറ്റിനത്തിൻ്റെ അത്ര ഡെൻസിറ്റി ഇല്ല. സിൽവറി വൈറ്റ് ആണ്, ഹൈലി റിഫ്ലക്റ്റീവ്, ഹാർഡ് ആൻഡ് ഡ്യൂറബിൾ ആണ്. ഈ റിഫ്ലക്റ്റീവ് ആണ് ഇത് ഉപയോഗിക്കുന്നത്, ഈ റോഡിയം ഒക്കെ. എന്തിനാ? മിററിൽ പിന്നെ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്നതിന്, മെസ്സേജസ് അതേപോലുള്ളതിനെല്ലാം ഈ റോഡിയം ഉപയോഗിക്കുന്നുണ്ട്. ജ്വല്ലറിയിലും ഉപയോഗിക്കുന്നുണ്ട്. പ്ലാറ്റിനത്തിനെ ഹാർഡൻ ചെയ്യുന്നതിനും പലേഡിയത്തിനെ ഹാർഡൻ ചെയ്യുന്നതിനും, പലേഡിയം അതുപോലെ ഒരു മെറ്റലാണ്, ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ക്രൂസിബിൾസ്, പിന്നെ ലാബറട്ടറിയിലുള്ള ക്രൂസിബിൾസ് നമുക്ക് ചൂടാക്കുന്നതിനൊക്കെ ഉപയോഗിക്കുന്നത്, കത്തിക്കുന്നതിന്, അത് ഉണ്ടാക്കുന്നതിന്. ഇലക്ട്രോഡ്സ്, എയർക്രാഫ്റ്റിൻ്റെ സ്പാർക്ക് പ്ലഗ്സ്, എയർക്രാഫ്റ്റ് പ്ലൈൻ, ഫർണസ് വിങ്ങിങ്സ്, വൈൻഡിങ്സ്, ഫർണസിൻ്റെ വൈൻഡിങ്സ്, ഇതിനെല്ലാം നല്ല മെറ്റലാണ് റോഡിയം. ഹോമിയോപ്പതിയിൽ ഇറ്റ് ഈസ് പ്രൂവ്ഡ് ബൈ മക്ഫാർലൻ. 200 പൊട്ടൻസി ആണ് അദ്ദേഹം പ്രൂവ് ചെയ്തിരിക്കുന്നത്. നെർവസ് ആൻഡ് ചെയർഫുൾ ഫ്രോണ്ടൽ ഹെഡ് ഏക്ക്, ഷോക്സ് ത്രൂ ഹെഡ്, ഫ്ലീറ്റിംഗ് ന്യൂറാൾജിക് പെയിൻ ഇൻ ഹെഡ് ഓവർ ഐസ്, ഇൻ ഇയർ, ബോത്ത് സൈഡ്സ് ഓഫ് നോസ്, ടീത്ത്, ലൂസ് കോൾഡ് ഇൻ ഹെഡ്, ഡൾ ഹെഡ് ഏക്ക്, സ്റ്റിഫ് നെക്ക് ആൻഡ് റുമാറ്റിക് പെയിൻസ് ഡൗൺ ലെഫ്റ്റ് ഷോൾഡർ ആൻഡ് ആം. ഈ റുമാറ്റിസം ലെഫ്റ്റ് ഷോൾഡറിൽ നിന്ന് കയ്യിൽ താഴേക്ക് വരുന്ന വേറെ മെഡിസിൻസ് ഉണ്ടല്ലോ, സാങ്ക്വിനേറിയ. അതേസമയം ഇത് നമ്മൾ ചിന്തിക്കില്ല. ഈ റോഡിയം ഒരു നല്ല എലമെന്റ് ആണ്. അതുപോലെ എന്താണ് ഈ ന്യൂറാൾജിക് പെയിൻ, ഡൾ ഹെഡ് ഏക്ക്, സ്റ്റിഫ് നെക്ക്, ഇതൊക്കെ നമ്മൾ കാണാത്ത സിംറ്റംസ് ആയിരിക്കാം. റെയറായിട്ട് മാത്രമേ ഈ റോഡിയം നമ്മൾ കാണുള്ളൂ. ലൂസ് സ്റ്റൂൾ വിത്ത് ഗ്രൈപ്പിംഗ് ഇൻ അബ്ഡമൻ. ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ബ്രോമിനെ പോലെ തന്നെ ഇതിന് ഗ്രൈപ്പിംഗ് പെയിൻ ഉണ്ട്. ഹൈപ്പർ ആക്റ്റീവ് പെരിസ്റ്റാൽസിസ്, അത് കാരണം ടെനസ്മസും ലൂസ് മോഷനും. യൂറിൻ മോർ പാസ്റ്റ്, ധാരാളമായിട്ട്. മോർ പാസ്റ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴെപ്പോഴും പോകണമെന്നല്ല, യൂറിൻ്റെ ക്വാണ്ടിറ്റി തന്നെ കൂടുതൽ ഉണ്ട്. അത് ഈ മെർസോളിൻ്റെ ഒരു സിംറ്റംസ് നമ്മൾ പഠിക്കുമ്പോൾ
എന്താണ് ഈ കഴിക്കുന്ന ആഹാരത്തെക്കാളും കൂടുതൽ മലവും മൂത്രവും പോകുന്ന ഒരു എലമെന്റാണ്. ഈ മെറ്റൽസിന് ഇങ്ങനെയുള്ള ചില സിംറ്റംസ് ആണ് ഉള്ളത് കൂടുതലായിട്ടും എലിമെന്റ്സ്. കഫ് സ്ക്രാച്ചി വീസിംഗ് ആയിട്ട് തൊണ്ടയിൽ നിന്ന് സ്ക്രാച്ചി ആൻഡ് വീസിംഗ് പ്രസന്റ്. തിക്ക് യെല്ലോ മ്യൂക്കസ് ഫ്രം ചെസ്റ്റ് ഫീൽസ് ഡിസി വീക്ക് ആൻഡ് ടയർഡ് ഫീലിംഗ്. ഇതെല്ലാം റോഡിയത്തിന്റെ സിംറ്റംസ് ആണ്. നെക്സ്റ്റ് സെലീനിയം. ഞാൻ അറ്റോമിക് നമ്പർ 34 ആണ് സെലീനിയം. നമ്മളെല്ലാം കേൾക്കുന്നതും ധാരാളമായിട്ട് ഉപയോഗിക്കുന്നതും പ്രിസ്ക്രൈബ് ചെയ്യുന്നതുമായിട്ടുള്ള ഒന്നാണ് സെലീനിയം. അപ്പോൾ അത് സെലീനിയം എന്നുള്ള പേര് ഗ്രീക്ക് വേർഡ് സെലീനി എന്ന് വെച്ചാൽ മൂണാണ്. മൂൺ ഡിസ്കവർഡ് ബൈ ബെർസി ലിസൺ ബെർസി ലിസിൻ എന്നാണ് ഇൻ 1817. ഇറ്റ് ഈസ് റിക്കവർഡ് ബൈ റോസ്റ്റിംഗ് ദ മഡ് വിത്ത് സോഡ. സോഡിയം സാധാരണ മഡ് ഇതുമായിട്ട് ചേർന്ന് റോസ്റ്റ് ചെയ്തിട്ട് സൾഫ്യൂരിക് ആസിഡുമായിട്ടും ചേർത്തും ഇത് തയ്യാറാക്കാം, നിർമ്മിക്കാം. അങ്ങനെയാണ് സെലീനിയം ഉൽപ്പാദിപ്പിക്കുന്നത്. ടെലൂറിയമായിട്ട് ചേർന്നാണ് സാധാരണ ഈ സെലീനിയം കാണുന്നത്. ക്രൂസൈറ്റ് ആൻഡ് ക്ലാസ്താലൈറ്റ് ആർ ഫ്യൂ റെയർ മിനറൽസ് കണ്ടെയ്ൻ സെലീനിയം. ക്രൂസൈറ്റ് ആൻഡ് ക്ലാസ്താലൈറ്റ്. Selenium can be prepared as an amorphous or a crystalline structure. അപ്പോൾ അമോർഫസ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു, അത് മൈക്രോസ്കോപ്പിക്കലി ഈവൻ ദെൻ ദേ ആർ മൈക്രോസ്കോപ്പിക്കലി നോക്കിക്കഴിഞ്ഞാൽ ഈ അമോർഫസ് എന്ന് പറയുന്നതും ചെറിയ രീതിയിൽ ക്രിസ്റ്റലൈൻ ആണ്. അത് സയൻസ് അംഗീകരിച്ചിട്ടുള്ളതാണ്. ഈ ക്രിസ്റ്റലൈൻ ഉള്ള സ്ട്രക്ചർ ഉണ്ട്. അങ്ങനെ രണ്ട് രീതിയിൽ സെലീനിയം കാണും. പൗഡർ ഫോമിലുള്ള അമോർഫസിന് ബ്ലാക്ക് ആണ്. ക്രിസ്റ്റലൈൻ സെലീനിയം എന്ന് പറയുന്നത് ഡീപ്പ് റെഡ് ആൻഡ് ഹെക്സാഗണൽ ആയിട്ടുള്ള ക്രിസ്റ്റൽസ് ആണ്. ഫോട്ടോ വോൾട്ടൈക് എഫക്റ്റും അതുപോലെ തന്നെ ഫോട്ടോ കണ്ടക്റ്റീവ് ആക്ഷനും ഉള്ള ഒരു എലിമെന്റ് ആണ് സെലീനിയം. ഫോട്ടോ വോൾട്ടൈക് എന്ന് പറഞ്ഞാൽ ലൈറ്റിനെ ഡയറക്റ്റ് ആയിട്ട് തന്നെ ഇത് ഇലക്ട്രിസിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതാണല്ലോ നമ്മളിപ്പോൾ ഈ ഫോട്ടോ സെൽസിലെല്ലാം ഉപയോഗിക്കുന്നത്. ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസ്ഡ് ഇലുമിനേഷൻ. അതൊരു വലിയ കഴിവാണ് സെലീനിയത്തിന്റെ. നേരത്തെ ഞാൻ പറഞ്ഞു ഇൻഫ്രാറെഡ് ലൈറ്റിൽ ഇതിന്റെ കണ്ടക്ടിവിറ്റി വളരെ കുറഞ്ഞു പോകുന്നു എന്ന് പറയുന്നു താരിയത്തിന്റെ. അതുപോലെ വേറെ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇലുമിനേഷൻ കുറഞ്ഞു പോകും, റെസിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യുകയാണ്. അത് ഇൻക്രീസ് ഇലുമിനേഷൻ. ഇതിന്റെ ഇലുമിനേഷൻ എങ്ങനെയാ വരുന്നത്? കൂടുതൽ ഇലുമിനേറ്റ് ചെയ്യുന്തോറും ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് കുറയുന്നു. അതുകൊണ്ട് ഇലക്ട്രിസിറ്റി ഫ്രീ ആയിട്ട് കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇലക്ട്രിക്കൽ സെൽസിന് ഇതിനെ ഈ സെലീനിയത്തിന് ഇത്രയും യൂസേജ് വന്നത് അതുകൊണ്ടാണ്. ഇലക്ട്രിക് കണ്ടക്ടിവിറ്റി ഉണ്ട്, ഡയറക്റ്റ് ആയിട്ട് ലൈറ്റിനെ ഇത് ഇലക്ട്രിസിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന കഴിവും ഇതിന്റെ ഈ മോളിക്യൂൾസിനുണ്ട്. അതുകൊണ്ട് ഫോട്ടോ സെൽസില് പിന്നെ എക്സ്പോഷർ മീറ്റേഴ്സിൽ അതുപോലെ ഫോട്ടോഗ്രാഫിക് ആയിട്ടും ഇതിന് ഉപയോഗിക്കുന്നുണ്ട്. സോളാർ സെൽസിൽ ഇതാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. ഇറ്റ് ക്യാൻ കൺവേർട്ട് AC ഇൻറ്റു DC. അതാണ് പിന്നെ ഒരു കഴിവ്. ഇലക്ട്രിസിറ്റിയുടെ ഒരു നല്ലൊരു ഭാഗം ഇത് കൈയടക്കി വെച്ചിരിക്കുന്നുണ്ട് സെലീനിയം എന്ന് പറയുന്ന എലിമെന്റ്. AC DC ആയിട്ട് ഇത് കൺവേർട്ട് ചെയ്യുന്നു ഓട്ടോമാറ്റിക്കലി. ഇറ്റ്സ് ദ എബിലിറ്റി ഓഫ് ദി സെലീനിയം. ബിലോ മെൽറ്റിംഗ് പോയിന്റ് സ്റ്റേറ്റ് ആക്ട് ആസ് എ സെമി കണ്ടക്ടർ. ഇതിനെ മെൽറ്റിംഗ് പോയിന്റ് ടെമ്പറേച്ചറിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ അതും പിന്നെ എന്തിനു കൊള്ളാം, ഒരു സെമി കണ്ടക്ടർ ആയിട്ട് ചെയ്തോളും. അപ്പോൾ ആ സെമി കണ്ടക്ടർ ആയിട്ട് മതിയെങ്കിൽ നമ്മൾ തന്നെ ടെമ്പറേച്ചർ ഒന്ന് കുറച്ച് വെച്ചാൽ മതി. അപ്പൊ ഇതെല്ലാം നമ്മുടെ ഈ വ്യോമശാസ്ത്രത്തിൽ വളരെയേറെ പ്രയോജനപ്പെടുന്നതാണ് സെലീനിയം. പിന്നെ നോൺ ടോക്സിക് ആണ്, എസെൻഷ്യൽ എലിമെന്റ് ആണ്. നമുക്കൊരു വേണ്ടപ്പെട്ട എലിമെന്റ് ആണ്, ട്രേസ് എലിമെന്റുകളിൽ പെടുന്ന ഒന്നാണ്. ഹൈഡ്രജൻ സെലീനൈഡും മറ്റ് ചില കോമ്പൗണ്ട്സും ടോക്സിക് ആയിട്ട് വരുന്നുണ്ട്. ഹൈഡ്രജന്റെ ഒരു കോമ്പൗണ്ട് ആണ്. ആഴ്സനിക്കിനെ പോലെ തന്നെ ഫിസിയോളജിക്കൽ ആക്ഷൻ ഉള്ള ഒരു പോയിസൺ ആണ്. ടോക്സിസിറ്റി ആയി കഴിഞ്ഞാൽ സെലീനിയം ഹൈഡ്രോക്സൈഡ്. നെക്സ്റ്റ്, സെലീനിയം ഒരു സൾഫർ ഫാമിലി മെമ്പറാണ്. നമ്മുടെ സോഡിയം സെലീനൈറ്റ് ഈസ് ആൻ ഇൻസെക്ടിസൈഡ് യൂസ് ടു ക്രൈസാന്തിമംസ് ആൻഡ് കാർണേഷൻസ്. ഇത് ഒരു സസ്യമാണല്ലോ, ക്രൈസാന്തിമം എന്ന് പറയുന്ന ഒരു ചെടിയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ചില പ്രത്യേക ചെടികളിൽ മാത്രം ഉപയോഗിക്കുന്നത്. എന്തിനാണ് ഇത് എടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ, ഇൻസെക്ടിസൈഡ് ആയിട്ട് ഇത് സ്കാറ്റർ ചെയ്തതിന്റെ സസ്യങ്ങളുടെ മൂട്ടിലിട്ടാലും ഇത് നേരിട്ട് അബ്സോർബ് ചെയ്ത് ഷൂട്ടിലൂടെ അതിന്റെ ബോഡി മൊത്തം ഈ ഇൻസെക്ടിസൈഡ് കാണും പെട്ടെന്ന് തന്നെ. അങ്ങനെയുള്ള ഒരു സാധനമാണ് സെലീനിയം സൾഫൈഡ്. അത്ര പോയിസണസും ആണ്. ഡാൻഡ്രഫിന്, അക്നി, എക്സിമ, സെബോറിക് ഡെർമറ്റൈറ്റിസ്, സ്കിൻ മറ്റ് കംപ്ലൈൻസിനെല്ലാം സെലീനിയം നമ്മൾ സാധാരണ സെലീനിയത്തിന്റെ ഒരുപാട് കോമ്പൗണ്ട്സ് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഈ സെലീനിയം
സോളിഡ് ഇൻ എ മന്ത് sufficient to produce serious effects for animals feeding plants grown such soil. ഒരു സോളിഡ് സസ്യങ്ങളുടെ ഗ്രോത്തിൽ നിന്നാണല്ലോ അനിമൽസിന് നമുക്ക് കൂടുതലായിട്ടും ഈ സെലീനിയം പോലുള്ള മെറ്റൽസ് കിട്ടുന്നത്. അതെപ്പോഴും നമുക്ക് അതിന്റെ മാംസത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ഈ സസ്യങ്ങളിൽ വലിച്ചെടുക്കുന്നത് കൊണ്ടാണ്. സസ്യങ്ങളാണ് കൂടുതലായിട്ട് എലമെന്റ്സിനെ സമ്പാദിക്കുന്നത്, കൂടുതലായിട്ട് അബ്സോർബ് ചെയ്ത് വെക്കുന്നത്. അവ ഈ സാമ്യമുള്ളവയെ എപ്പോഴും സൂക്ഷിച്ചു വെക്കുക എന്നുള്ളതും സസ്യങ്ങളുടെ ഒരു പ്രത്യേകതയാണ്. അതൊക്കെ അതും മതി ചിലതിനൊക്കെ. എൻസൈമാറ്റിക് ആക്ടിവിറ്റീസിൽ പിന്നെ അവർ തള്ളുന്നു, വിസർജിക്കുന്നു. എങ്ങനെ? ഇലകളിലൂടെയും റൂട്ടിലൂടെയും, ചിലപ്പോൾ അവയുടെ ചുറ്റും ഉള്ള വേരിലിന്റെ പരിസരത്തൂടെയും വിസർജിക്കുന്നുണ്ട്, വേരുകളിലൂടെ. ഇതൊക്കെ ലേറ്റസ്റ്റ് ആയിട്ട് കണ്ടതാണ്. അപ്പോൾ സസ്യത്തിന് ചുറ്റും ഒരു സസ്യം നിന്നാൽ അതിന് ചുറ്റും കുറച്ച് എലിമെന്റ്സ് എന്തായാലും കാണുന്നുള്ളതാണ്. അതും നല്ലൊരു സോയില് ആണ്. സെലീനിയം ഇൻ എയർ ഷുഡ് നോട്ട് എക്സീഡ് 0.2 milligram per cubic millimeter. എയർ ഇനി സെലീനിയം ബോഡിയുടെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു എലിമെന്റ് ആണ്. ചിലർ ഇത് അബ്യൂസ് ചെയ്യാറുണ്ട്. ഈ അഫ്രോഡിസിയാക്ക് ആയിട്ടുള്ള ചില ടാബ്ലറ്റ്സിലൊക്കെ സെലീനിയം ഉണ്ട്. സെക്ഷൽ സ്ഫിയർ വളരെ കൂടുതൽ പ്രോഗ്രസ് ആക്കുന്നതിന് നല്ലൊരു റോള് ഈ സെലീനിയത്തിനുണ്ട്. മുടി, നഖം, ഇതിലെല്ലാം സെലീനിയം ഉണ്ട്. സ്കാൽപ്പിന്റെ കൂടുതലായിട്ടും സെലീനിയം ഉണ്ടെന്നാണ്. സ്കാൽപ്പ്, സ്കിന്ന്. ബ്ലഡിലെ ഫാക്ടർ 3 എന്ന് പറയുന്നത് എന്താണ്? ക്ലോട്ടിംഗ് ഫാക്ടറാണ്. ഈ സെലീനിയം ഉണ്ട്. സെലീനിയത്തിന്റെ പ്രസൻസിലെ ക്ലോട്ടിംഗ് ഫാക്ടർ നടക്കുള്ളൂ. അപ്പോൾ ക്ലോട്ടിങ്ങിന്റെ ഒരു പ്രധാനപ്പെട്ട എലമെന്റ് സെലീനിയമാണ്. പിന്നെ പ്രിവെൻസ് നെക്രോസിസ് ഓഫ് ലിവർ എന്നാണ്. ലിവറിനെ വളരെ ഒരു പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള എലമെന്റുമാണ് സെലീനിയം. മാർക്ഡ് എഫക്ട് ഓൺ ജെനിറ്റോ യൂറിനറി ഓർഗൻസ് often indicated in elderly men, especially prostatitis and sexual atony. Great debility, worse heat, easy exertion, mental and physical in old age, debility after exhausting diseases, worse heat. ഈ വേഴ്സ് ഹീറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പ്രോസ്റ്ററ്റൈറ്റിസും ഓൾഡ് ഏജും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഡെബിലിറ്റി ഓഫ് ദ ഓൾഡ് ഏജ് പേഴ്സൺസ്, അതിനും നല്ലതാണ്. പിന്നെ പ്രോസ്റ്ററ്റൈറ്റിസ് വിത്ത് സെക്ഷൽ അറ്റോണി, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. യൂറിനറി ഓർഗൻസ് സ്പെസിഫിക് ആണ്. ഡെബിലിറ്റി, എക്സോസ്റ്റിംഗ് ഡിസീസസ്, ആഫ്റ്റർ എക്സോസ്റ്റിംഗ് ഡിസീസസ് ഈ ശരീരത്തിന് വളരെ പ്രാധാന്യമുണ്ട്. സ്ലീപ്പ് പ്രിവെൻസ് ബൈ പൾസേഷൻ ഇൻ ഓൾ വെസൽസ്. മറ്റൊന്നിലും സാധാരണ ഞാൻ കണ്ടില്ല. ഈ ശരീരത്തിലാണ് ഈ സിംറ്റം ഉള്ളത്. സ്ലീപ്പ് പ്രിവെൻസ് ബൈ പൾസേഷൻ ഇൻ ഓൾ വെസൽസ്. ഇനി ശരീരത്തിന് ഇൻകോമ്പാറ്റിബിൾ ആയിട്ടുള്ള 2 മെഡിസിൻസ് ആണ് ചൈന, വൈൻ. വൈൻ സാധാരണ ഫുഡിന്റെ ആർട്ടിക്കിളാണ്, ചൈന മെഡിസിൻ ആണ്. ആന്റിഡോട്സ് ഇഗ്നേഷ്യ പൾസാറില്ല. പിന്നെ ബോറിൽ പറയുന്നുണ്ട് കൊളോയിഡൽ സെലീനിയം ഇഞ്ചക്ഷൻ ഇൻ ഇനോപ്പറബിൾ കേസസ് ഓഫ് കാർസിനോമ. ഇനോപ്പറബിൾ ആയിട്ടുള്ള കേസസിൽ ഇഞ്ചക്ഷൻ കൊടുക്കാനായിട്ട് കൊളോയിഡൽ ആയിട്ടുള്ള സെലീനിയം ഉപയോഗിച്ചിരുന്നു എന്നാണ്. നെക്സ്റ്റ് സിൽവർ ആണ്. നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. സിൽവറിന്റെ ഒരുപാട് കോമ്പൗണ്ട്സ് ഉണ്ട്. സിൽവർ ബ്രോമൈഡ്, സിൽവർ നൈട്രേറ്റ്, സിൽവർ പ്രോപ്പറായിട്ടും തന്നെ അർജന്റൻ നൈട്രിക്കം, അർജന്റൻ മെറ്റാലിക്കം, അർജന്റൻ ബ്രോമേറ്റം, ഇങ്ങനെയൊക്കെ മെഡിസിൻസ് ഉപയോഗിക്കുന്നുണ്ട്. അർജന്റം എന്ന് പറയുന്നത് ആണ് ഇതിന്റെ സിമ്പൽ. അത് AG എന്നാണ്, അറ്റോമിക് സിമ്പൽ AG. അറ്റോമിക് വെയിറ്റ് 107.868. ആംഗ്ലോ സാങ്സൺ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇംഗ്ലണ്ടിൽ നിന്ന് ജർമ്മനിയിൽ നിന്ന് ഇൻഹാബിറ്റ് ചെയ്ത ഇംഗ്ലണ്ട് ആൾക്കാരെയാണ് ഈ ആംഗ്ലോ സാങ്സൺ എന്ന് പറയുന്നത്. അങ്ങനെ അവരുടെ ഒരു പേര് കിട്ടുന്നത്. അവരാണ് സോൾവാർ എന്നാണ്. സോൾവാർ എന്താ? സിൽവർ സെൽവർ എന്നാണ് അതിനകത്ത്. ഈ ഒരു എഫ് ഉണ്ട് അതിനകത്തേക്ക് ആ പ്രൊനൗൺസിയേഷൻ്റെ. അപ്പോൾ സിൽവർ എന്നാണ്. മെറ്റൽ ഈസ് നോൺ സിൻസ് ഏൻഷ്യന്റ് 3000 BC തന്നെ ഈ വെള്ളി ഉപയോഗിച്ചിരുന്നു. നമ്മൾ ചെമ്പിന്റെ കാര്യം പറഞ്ഞു. അതുപോലെ 3000 BC തന്നെ ഈ സിൽവർ ഉപയോഗിച്ചിരുന്നതായിട്ട് കാണാം. ഓർണമെന്റ്സിലാണ് ഉപയോഗിച്ചിരുന്നത്. പിന്നെ ഏഷ്യ മൈനറിൽ 2800 BC തന്നെ ഉപയോഗിച്ചിരുന്നു. ആൽക്കമിൻസ് ഇതിനെ ലൂണ എന്നാണ് ഈ മെറ്റലിനെ വിളിച്ചിരുന്നത്. ഡയാന എന്നും പറയാറുണ്ട്. അതായത് ഗോഡസ് ഓഫ് മൂൺ ആൻഡ് ദ ക്രസന്റ് മൂൺ എന്നാണ് ഈ രണ്ടിന്റെ അർത്ഥം. ലൂണ എന്ന് പറഞ്ഞാൽ ഗോഡസ് ഓഫ് മൂണാണ്, ചന്ദ്രന്റെ ദേവത. അതുപോലെ ഈ ക്രസന്റ് മൂണിനെയാണ് ഡയാന എന്ന് പറയുന്നത്. ഡയാന. ഇത് രണ്ടും ഈ മെറ്റലിനെ സിൽവറിനെ മുമ്പ് വിളിച്ചിരുന്നു. സയന്റിസ്റ്റ് ഇങ്ങനെ പേരിട്ടിരുന്നു. അർജന്റം സൾഫൈഡ് ആൻഡ് ബോൺ സിൽവർ ആറ്റ് ഈസ് അർജന്റം ക്ലോറൈഡ്.
ഇതെല്ലാം അതിൻ്റെ കോമ്പൗണ്ട്സ് ആണ്. നേറ്റീവായിട്ട് കാണുന്ന സാധനങ്ങളാണ് ഇതെല്ലാം. അപ്പം നമുക്ക് ആ ഭൂമിയിൽ നേരിട്ട് ഈ അർജന്റീൻ നൈട്രിക്കും അർജന്റീൻ സൾഫൈഡും അർജന്റീൻ ക്ലോറൈഡുമായിട്ടാണ് ഇത് കാണുന്നത്. അവയുടെ പേര് ആർജനൈറ്റും ഹോൺ സിൽവർ എന്നാണ്. ഈ സോഴ്സ്, ഇതിന്റെ വോഴ്സ് ഏതൊക്കെയാണ്? സിങ്ക്, കോപ്പർ, ഗോൾഡ്, നിക്കല് ഇവയായിട്ട് ചേർന്നാണ് ഇത് കാണുന്നത്. ഇതൊരിക്കലും സ്വതന്ത്രമായിട്ട് കാണുന്നില്ല. സിൽവർ ഈസ് ദ മോസ്റ്റ് മാലിബിൾ ആൻഡ് ഡക്റ്റൈൽ ഓഫ് ഓൾ മെറ്റൽസ് എക്സെപ്റ്റ് ഗോൾഡ്. ഗോൾഡ് കഴിഞ്ഞാൽ രണ്ടാമതായിട്ട് വരുന്ന നല്ല രീതിയിൽ വയബിൾ ആയിട്ടുള്ള ഒരു മെറ്റലാണ്. ഓർണമെന്റ്സിനായിരുന്നാലും ശരി, എലിമെന്റ്സിനായിരുന്നു വളരെ ചെറിയ ആയിട്ട് വേർതിരിക്കാൻ പറ്റുന്ന മൂലകങ്ങളിൽ മെറ്റൽസിൽ ഒന്നാണ് ഗോൾഡ്. കഴിഞ്ഞാൽ പിന്നെ സിൽവർ. ഇത് കോപ്പറിനേക്കാളും കുറച്ചുകൂടി മാലിബിൾ ആണ്, എന്നാൽ ഗോൾഡിന്റെ അത്ര ഇല്ല. അങ്ങനെ ഗോൾഡ്, സിൽവർ, കോപ്പർ ഇതാണ് അതിന്റെ ഓർഡർ. 66ാമത്തെ മൂലകമാണ് ഈ സിൽവർ. ഇതിന്റെ ടാർണിഷ് എന്ന് പറയുന്നതിന് മുകളിൽ പെട്ടുന്ന കറുത്ത, അതായത് ക്ലാവ്, കോപ്പറിൽ ക്ലാവ് എന്ന് പറയുന്ന പോലെ ആ കറുത്ത ഒരു ഭാഗം ഓക്സൈഡാണ്. അത് സിൽവറിന്റെ മെറ്റൽസ് സൾഫൈഡ് ആണ്, ഓക്സൈഡ് അല്ല. ഗോൾഡുമായിട്ട് ചേർന്ന് കാണുന്നതിന് ഇലക്ട്രം എന്ന് പറയും. സിൽവറിനെ ഗോൾഡുമായിട്ട് ചേരുകയാണെങ്കിൽ അതിനെ ആ ഭാഗത്തിനെ ഇലക്ട്രം എന്നാണ് പറയുന്നത്. പിന്നെ സൾഫറുമായിട്ട് ചേർന്ന് സിൽവർ ധാരാളം കാണുന്നുണ്ട്. സൾഫർ അതൊരു നല്ല ഒരു ഇതാണ്. എത്രയോ ബ്രിട്ടിലായിട്ടുള്ള എന്ത് അമോർഫസ് ആയിട്ടുള്ളതാണ് സൾഫർ. അതുമായി ചേർന്ന് സിൽവർ കാണുന്നുണ്ട് പ്രകൃതിയിൽ. ഫോട്ടോഗ്രാഫിയിലെ ഡെന്റൽ അലോയ്സിൽ നമ്മൾ പല്ലിൻ്റെ കാര്യങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നത് ഈ സിൽവർ കണ്ടിട്ടുണ്ടായിരിക്കും. റിഫ്ലക്റ്റേഴ്സ് മിററിലെ, അതുപോലെ ഹയറായിട്ടുള്ള മൈക്രോ സ്ട്രക്ചേഴ്സിൽ, സർക്യൂട്ട്സിൽ, ദെൻ മിറർ പ്രൊഡക്ഷനിൽ എല്ലാം റിഫ്ലക്റ്റീവായിട്ട് ഉപയോഗിക്കുന്നതിന് അൾട്രാ വയലറ്റ് റിഫ്ലക്ഷേഴ്സ്, ദെൻ സിൽവർ അയഡൈഡ്, ഇതെല്ലാം ഉണ്ടാക്കുന്നുണ്ട്. ഇതിൽ സിൽവർ അയഡൈഡ് എന്ന ഇടയ്ക്ക് ഒരു ഉണ്ട്, സ്പെല്ലിംഗ് ഒക്കെ മിസ്റ്റേക്കാണ്. സിൽവർ അയഡൈഡ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഈ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള മേഘങ്ങളെ സൃഷ്ടിക്കുന്നുണ്ട്. നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ മഴ പെയ്യിക്കാൻ കഴിയുമെന്ന്. അപ്പോൾ അത് സിൽവറിൻ്റെ ഒരു സൾഫൈഡാണ്, സിൽവർ അയഡൈഡാണ്, സിൽവറിൻ്റെ അയഡൈഡാണ്. വിതറിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മേഘങ്ങൾ കൂടി പെട്ടെന്ന് മഴ പെയ്യും. മോസ്റ്റ് സിൽവർ സാൾട്ട്സ് ആർ പോയിസണസ്. എല്ലാം മിക്കവാറും സിൽവറിൻ്റെ സാൾട്ട്സ് വിഷമാണ്. ബോഡിയിൽ സിൽവർ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഒരു എലിമെൻ്റ് ആണ്. നമുക്ക് ഈ പല്ലിലൊക്കെ നമ്മൾ അടയ്ക്കുന്നതിന്, ഹോള് ഫില്ല് ചെയ്യുന്നതിന്, ചിലരെ ഈ ക്യാപ്പിലൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ അത് സിൽവർ അല്ല, പേടിക്കണ്ട. എന്നാലും സിൽവർ കിട്ടാൻ സാധ്യത കൂടുതലാണ്. നമ്മളിപ്പോൾ ചില കുട്ടികളൊക്കെ തന്നെ ഈ ഇവരുടെ ഈ അറിഞ്ഞാണൊക്കെ സിൽവർ അടങ്കിൽ പിടിച്ച് കൊച്ചു പല്ലാണ്, അതിനകത്ത് ഈ പല്ല് പൊളിച്ച് വരുമ്പോൾ അവർക്ക് ഇങ്ങനെ പല്ല് കാർന്ന് എടുക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അത് സിൽവർ വളരെ ദോഷമാണ്, വളരെ കൂടുതലായി പോകും. വളരെ ചെറിയ എമൗണ്ട് തന്നെ പോയ്സണസ് ആയിട്ട് വരും. ഇത് ബോഡിയിൽ ഡെപ്പോസിറ്റ് ആകുന്നുണ്ടോ മസിൽസിലെല്ലാം ഈ സിൽവർ. അതിന് ആർജേറി എന്നാണ് പറയുന്നത് ആ ഒരു കംപ്ലൈൻറ്റിനെ. അതായത് ഗ്രേയിഷ് പിഗ്മെന്റേഷൻ ഓഫ് ദ സ്കിൻ ആൻഡ് മ്യൂക്കസ് മെംബ്രെയിൻ ആണ് ഈ ആർജേറിയ എന്ന് പറയുന്ന ആ ഡിസീസ് സംകേഷനെ പറയുന്ന പേരാണ്. ഇതൊരു ജെർമിസൈഡലാണ്, കോപ്പറിനെ പോലെ. കോപ്പർ പൈപ്പുകൾ ഉപയോഗിച്ചിരുന്നു വെള്ളത്തിലെ ജെർമിസൈഡായിട്ട് ആക്ട് ചെയ്യുന്നതുകൊണ്ടാണ്. അതുപോലെ തന്നെ ഈ സിൽവറും ഒരു ആക്റ്റീവ്സാണ്. എന്നാൽ ആനിമൽസിന്, വലിയ ആനിമൽസ്, ചെറിയ ആനിമൽസിനെയൊക്കെ ഓർഗാനിസത്തിനെ കൊല്ലുകയും ചെയ്യും. വലിയ ഓർഗാനിസത്തിന് വലിയ ദോഷമില്ല. അതാണ് ഹോമിയോപ്പതി എമാസിയേഷൻ, ഗ്രാജുവൽ ഡ്രൈയിങ്. അപ്പോൾ ഈ സിൽവറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ എൻഡ് ആർട്ടറീസിനെ നശിപ്പിച്ച് കളയുന്നു. അതായത് എൻഡ് ആർട്ടറീസ് ബ്രെയിനിലുണ്ട്. അതുപോലെ ഞാൻ ഉദ്ദേശിച്ച എൻ്റെ ആർട്ടറീസിൻ്റെ കാപ്പിലറീസ് എൻഡിൽ വരുന്ന മൈന്യൂട്ട് മൈക്രോസ്കോപ്പിക്കലായിട്ടുള്ള പോർഷൻസിനെ അവിടെ ഡ്രൈ ആയിട്ട് ബ്ലോക്കായി അവിടെ ചീഞ്ഞു പോകുന്നു. അത് കാരണം തൽക്കാലം ആ ഭാഗത്തേക്ക് എന്ത് വരുന്നു, എന്ത് ബ്ലഡ് പോകുന്നില്ല. അങ്ങനെ അവിടെ തന്നെ ആ പോർഷനിൽ ഇൻഫെക്ഷനോ പിന്നെ ഡീക്കെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ചെറിയ ഓർഗൻസ്, വിരലുകളുടെ ഭാഗത്തൊക്കെ ആണെങ്കിൽ ഡിസ്റ്റീറിയേഷൻ ആൻഡ് ഡിഫോർമേഷൻ ഉണ്ടാകാം. പിന്നെ കിഡ്നി പോലുള്ള ഓർഗൻസിലാണെങ്കിൽ വളരെ കൂടുതൽ ഡാമേജ് ഉണ്ടാകാൻ സാധ്യതയുള്ളതാണ്. ചെറിയ ബ്ലഡ് വെസൽസിനെ ഇത് വളരെ കൂടുതൽ എഫക്ട് ചെയ്യും. ഡാമേജ് ടു എൻഡ് ബ്ലഡ് വെസൽസ് ഇതോടെ. എന്നിട്ട് ഡ്രൈനെസ് ആണ് ഇതിൻ്റെ പ്രത്യേകത. ഗ്രാജുവലായിട്ട് വരണ്ട് വരുന്ന പാദമെന്നോ അല്ലെങ്കിൽ കഫമെന്നൊക്കെ പറഞ്ഞ് നമ്മളതിനെ വേർതിരിക്കും. ആക്ച്വലി ഇറ്റ് ഈസ് ദ എക്സസ് ഓഫ് സിൽവർ ഓർ ഡെഫിഷ്യൻസി വരാറില്ല, എക്സസ് ആണ് സാധാരണ വരുന്നത്. നമുക്കിനി 4 മിനിറ്റ് ആകട്ടെ സാറേ. ലാരിങ്സ് സാൽസം. സമയം അടുത്ത് ഒന്നുകൂടെ ഉള്ളൂ, ടെലൂറിയമാണ്.
അത് 52 ഇതിന്റെ നമ്പർ. 988 ബോയിലിംഗ് പോയിന്റ് ആണ്. ഇത് കാണാം. ടെല്ലസ് എന്ന് പറഞ്ഞാൽ എർത്ത് എന്നാണ്. 782. ജോസഫ് മുള്ളർ വോൺ റൈൻഷൻസ്റ്റൺ ഡിസ്കവേർഡ് ദി മെറ്റൽ. റൈക്കൺസ്റ്റൺ എന്നാണ് ഇതിന്റെ റൈക്കൺസ്റ്റൺ എന്നാണ്. അതുപോലെ മാർട്ടിൻ ഹെൻറി ക്ലാപ്രോത്ത് എന്നാണ് ഇതിന്റെ പേര്. അദ്ദേഹവുമാണ് ഈ മെറ്റൽ കണ്ടെത്തിയ ആൾക്കാരാണ്. സിൽവറി വൈറ്റ് ആണ് ടെലൂറിയവും. നമുക്കറിയാം. ഇപ്പൊ സമയം ഇനി 1 മിനിറ്റേ ഉള്ളൂ അല്ലേ ഡോക്ടറെ? അതെ, 1 മിനിറ്റ് അല്ല, 3 മിനിറ്റ് ഉണ്ട്. ഇത് തീരും. ഇപ്പൊ ഇത് കൂടെ ഉള്ളൂ. മറ്റൊരു ബ്രിറ്റിൽ ആൻഡ് ക്യാൻ പൾവറൈസ് ഈസിലി. അതുകൊണ്ടാണ് നമ്മൾ ഓയിൻമെന്റ്സിന് ഈ ടെലൂറിയ വളരെ കൂടുതൽ ഉപയോഗിക്കുന്നത് ഹോമിയോപ്പതിയിൽ. ഒരു കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ലൈറ്റ്ലി വിത്ത് എക്സ്പോഷർ ടു ലൈറ്റ്. പ്രകാശം. ഇതിപ്പോ ഈ ടെലൂറിയം ഉപയോഗിക്കുന്നവരെ ലൈറ്റ് കൊള്ളുന്നത് വെളിച്ചം, ഇപ്പോൾ സ്കിന്നിനൊക്കെ ആണെങ്കിൽ അതിൽ വെളിച്ചം, ലൈറ്റ്, സൂര്യപ്രകാശം കൊള്ളിക്കുന്നതുകൊണ്ട് പ്രയോജനം ഉണ്ടെന്ന് കേൾക്കുന്നുണ്ട്. ഒരു ഗ്രീനിഷ് ബ്ലൂ ഫ്ലെയിം ആണ് ഇതിനകത്ത് നിന്ന് വരുന്നത്, ഇത് കത്തിച്ചാൽ. ടെലൂറിയം കോപ്പറിനെ പോലെ തന്നെ ഇത് കൊറോഡ് അയൺ ആൻഡ് സ്റ്റെയിൻലെസ് സ്റ്റീൽ. കോപ്പറിനെയും സ്റ്റെയിൻലെസ് സ്റ്റീലിനെ പോലും ഈ ടെലൂറിയം എന്ത് ചെയ്യുന്നു? കൊറോഡ്സ്. ടോക്സിക് ആണ്. 0.1 മില്ലിഗ്രാം പെർ മില്ലിമീറ്റർ ക്യൂബ് മാത്രമേ എയറിൽ ഉണ്ടാകാൻ പാടുള്ളൂ. ഇത് കത്തിച്ചാൽ ഒരു ഫ്യൂം പോലെ വന്നിട്ട് ഇത് ആകാവുന്ന ഒരു സാധനം. ഗാർലിക് ഓർഡർ ഉണ്ടായിരിക്കും ഈ ടെലൂറിയത്തിൽ. ഒരു പേജ് കൂടെ ഉള്ളൂ. 30 ഐസോടോപ്സ് ഉണ്ട്. 108 മുതൽ 137 വരെയാണ് അറ്റോമിക് നമ്പർ ഒരു വ്യത്യാസം വരുന്നത്. വെയിറ്റ് അറ്റോമിക് നമ്പർ 108 107 അറ്റോമിക് വെയിറ്റ്. ദറ്റ് ഈസ് നാച്ചുറൽ ഐസോടോപ്സ് ആണ്. 8 ഐസോടോപ്സ് സാധാരണ നാച്ചുറൽ ആയിട്ടുള്ളൂ. 30 എണ്ണം യഥാർത്ഥത്തിൽ ഉണ്ട്. അത് പ്രൊഡ്യൂസ്ഡ് ആണ്. കോപ്പർ സ്റ്റെയിൻലെസ് സ്റ്റീലിനെ ഇത് ഇൻക്രീസ് ചെയ്യുന്നു. അതുകൊണ്ട് ഇവയെ പൊതിഞ്ഞുകൊണ്ടുള്ള മെറ്റൽസ് മെഷീനറിയിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഹാർഡ്നെസ് റെഡ്യൂസ് കൊറോഷൻ. ബിസ്മത്ത് ടെലൂറൈഡ്സ് ഹാസ് ബീൻ യൂസ്ഡ് തെർമോ ഇലക്ട്രിക് ഡിവൈസസിൽ ബിസ്മത്ത് ടെലൂറൈഡ് ഉപയോഗിക്കുന്നുണ്ട്. മാർക്ഡ് സ്കിൻ, ഹെർപ്പിസേഷനൈറ്റിസ്, സ്പൈനൽ, ഐ ആൻഡ് ഇയർ സിംറ്റംസ്. ഇതെല്ലാത്തിനും സ്പൈനൽ ആയിട്ടുള്ള കംപ്ലയിൻസ്, ഐ കംപ്ലയിൻസ്, ഇയർ കംപ്ലയിൻസിനൊക്കെ ടെലൂറിയം ഉപയോഗിക്കുന്നുണ്ട്. ഒഫൻസീവ് ഡിസ്ചാർജ് ആണ് ടെലൂറിയത്തിന്റെ പ്രത്യേകതയാണ്. സ്ലോ ഡെവലപ്മെന്റ് ഓഫ് സിംറ്റംസ്, സേക്രൽ ആൻഡ് ഷയാറ്റിക് പെയിൻസ് ആൽസോ ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട സിംറ്റംസ് ആണ്. അപ്പൊ ഞാൻ സ്പീഡിൽ പറഞ്ഞെങ്കിലും ഇതിന്റെ ഉദ്ദേശം നിങ്ങൾക്ക് ഈ ഡ്രഗ്സിനെ കുറിച്ച് കൂടുതൽ വായിക്കാൻ വേണ്ടി ഒരു പ്രചോദനമാകും എന്ന് കരുതുന്നു. ഇങ്ങനെ വായിക്കാം നമ്മുടെ മെറ്റൽസ്, എലിമെന്റ്സ് ഒക്കെ. അത് നമ്മുടെ പ്ലാന്റ്സിനെയും അനിമൽസിനെയും കമ്പയർ ചെയ്ത് പഠിക്കുമ്പോൾ വരുന്ന കാലങ്ങളിൽ ഈ എലിമെന്റ്സിന് വളരെ പ്രാധാന്യമുണ്ട്. പ്ലാന്റ്സ് സ്പെഷ്യലി. ഞാൻ അത് ഇങ്ങനെ ഇതിന്റെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നമുക്ക് കൃത്യം 10:30 ആയപ്പോ തന്നെ ക്ലാസ് കഴിഞ്ഞു. സാധാരണ ഒരിക്കലും സാറിന്റെ ക്ലാസ് തീരെ നമുക്ക് നിർത്തേണ്ട ഒരു സാഹചര്യം വരാറുണ്ട്. ഏതായാലും ഇന്ന് ക്ലാസ് മുഴുവനും കഴിഞ്ഞു. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ചോദിക്കാനുണ്ടെങ്കിൽ നമുക്കൊരു 2 മിനിറ്റ് എടുക്കാം. ഹാൻഡ് റൈസ് ചെയ്യാവുന്നതാണ്. 10:30 ആയി എങ്കിലും ആർക്കെങ്കിലും ഇന്നത്തെ ഈ ക്ലാസ്സിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യണം. പ്രത്യേകിച്ച് സംശയമൊന്നും വരാൻ സാധ്യതയില്ല, കാരണം ഡീറ്റെയിൽഡ് ആയിട്ട് ഡോക്ടർ അതെല്ലാം പറയുന്നുണ്ടല്ലോ. അതുപോലെ സ്ലൈഡും ഉണ്ട്. പക്ഷെ സ്ലൈഡ് ഇച്ചിരി ചെറുതാ കാണാനായിട്ട്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതെനിക്ക് തോന്നുന്നു തിരിച്ചിടുമ്പോൾ നല്ല ക്ലിയർ ആകുന്നുണ്ട്, പക്ഷെ വീണ്ടും പോർട്രേറ്റിലോട്ട് പോകും. കേൾക്കാൻ മേല. കേൾക്കുന്നുണ്ടോ? ഇപ്പം കേട്ടോ. ഞാൻ ഇത് ഈ സ്ലൈഡ് ഞാൻ തന്നെ ആണ് ചെയ്യുന്നത്. അപ്പൊ അത് ഒരു പേജിൽ തന്നെ കൂടുതൽ പ്രിന്റ് ചെയ്യുമ്പോൾ ഈ ടൈപ്പിംഗ് കൂടുതൽ ഒരു പേജിൽ വരുമ്പോൾ ലെറ്റേഴ്സ് ചെറുതായി പോകുന്നു. എൻ്റെ കമ്പ്യൂട്ടറിൽ അത് എനിക്കത്ര ഇതല്ല. അപ്പൊ ഞാൻ കാണും. അപ്പൊ പുറത്ത് ഇത് വരുമ്പോൾ ഈ സ്ലൈഡ്സിന്റെ ആവശ്യമില്ല. ഞാൻ ആദ്യം പറയാമെന്ന് വിചാരിച്ചു. ആദ്യത്തെ ആ പേര് മാത്രം ഇട്ടാൽ മതി. ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ മുഴുവൻ വരുന്നത് ആൾക്കാരത് വായിക്കുന്നതിന് അതിനേക്കാളും ഞാൻ പറയുന്നുണ്ടല്ലോ. അപ്പൊ ആ പേര് മാത്രം മതി. സ്ലൈഡും കൂടെ വേണം. നമുക്ക് വായിക്കാൻ പറ്റുന്നുണ്ട്. അല്പം കൂടെ വലുതാണെങ്കിൽ കുറച്ചും കൂടെ ക്ലിയർ ആകുന്നേ ഉള്ളൂ. ഇനി ഒരു 4 എലിമെന്റ്സ് പ്യൂറായിട്ട് ഉപയോഗിക്കുന്നുള്ളൂ. ഫോസ്ഫറസ്, സൾഫർ പോലെയുള്ള 2-3 എലിമെന്റ്സ് മാത്രമേ ഇനി ഒരു 4 എലിമെന്റ്സ് കൂടെ മാത്രമേ പ്യൂർ എലിമെന്റ്സിൽ വരുന്നുള്ളൂ. അതിപ്പോ നോക്കാം. അടുത്ത ക്ലാസ് ആയിട്ട് എടുക്കാം. ധനേഷ് ഡോക്ടർ ഉണ്ടോ? എന്തെങ്കിലും പറയാനുണ്ടോ ഡോക്ടറെ?
തനേഷ് ഡോക്ടർ എല്ലാരും സെപ്റ്റംബർ ഒന്നുകൂടെ പറയണ്ടേ? സാറിനൊരു നന്ദി പറയാമോ? തീർച്ചയായും ഇന്ന് മഷൂദ് ഡോക്ടർ വളരെ നല്ല ഒരു പ്രസന്റേഷനാണ് ചെയ്തത്. ഇത് ശരിക്ക് ഈ ഹോമിയോപ്പതിയുടെ ഡോക്ടർമാരാരും ചിന്തിക്കാത്ത ലെവലിലാണ് ഡോക്ടർ ചിന്തിക്കുകയും അതിൻ്റെ പ്രസക്തമായ ഭാഗങ്ങൾ ഓരോന്ന് കേൾക്കുമ്പോഴും നമ്മൾ അത്ഭുതപ്പെടുകയാണ്. എവിടെ ആയിരുന്നു ഇത്രയും നാൾ എന്നുള്ളൊരു ചോദ്യമാണ് ആൾക്കാർ ചോദിക്കുന്നത്. കാരണം അത്ര കണ്ട് ഹോമിയോപ്പതിക്ക് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതൊന്നും വെളിയിൽ വരുന്നില്ല. സാർ പുസ്തകം ഇറക്കിയിട്ട് പോലും അതൊന്നും എല്ലാവരുടെയും മുമ്പിൽ എത്തിയില്ല എന്നുള്ളതാണ്. നമ്മുടെ ഹോമിയോപ്പതി സമൂഹത്തിൻ്റെ ഒരു പ്രത്യേകത ഏതാണ്? അവർക്ക് ഈ ടിപ്സ് കിട്ടുന്ന കാര്യങ്ങളിലാണ് വലിയ താല്പര്യം. ഒരു റിസർച്ച് മൈൻഡഡായിട്ട് കാര്യങ്ങളെ നോക്കിക്കണ്ട് ഹോമിയോപ്പതിയുടെ ശാസ്ത്രീയത തെളിയിക്കാൻ അങ്ങ് പെടുന്ന പാട് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഒരിക്കലും സാമ്പത്തിക ലാഭത്തിന് വേണ്ടി അല്ല പുസ്തകം എഴുതിയത്. പക്ഷേ ഒരു ഹോമിയോപ്പതിയിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കാര്യം എല്ലാവരെയും അറിയിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ തീർച്ചയായും ഇങ്ങനെയുള്ള സെഷനുകളിൽ ഇപ്പം ആള് കുറവാണെങ്കിലും ഇത് യൂട്യൂബിൽ വരുമ്പോഴും നമ്മൾ പ്രതീക്ഷിക്കാത്ത പല ആൾക്കാരും ഇത് കാണുന്നുണ്ട്. അപ്പം അങ്ങനെ കാണുക വഴി അവരുടെ മുന്നിൽ നമുക്കിത് എത്തിക്കാൻ പറ്റുന്നുണ്ട്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു ഭാഗ്യവും നമുക്ക് ഹോമിയോപ്പതിക്ക് വേണ്ടി ചെയ്യാവുന്ന ഒരു നന്മയും. അപ്പോൾ തീർച്ചയായും ഇങ്ങനെയുള്ള സെഷനുകൾ ഇനിയും അതുകൊണ്ടാണ് നമ്മൾ ഇംഗ്ലീഷ് സെഷനിലൊക്കെ ഇത് വെക്കുന്നത്. കാരണം ഇംഗ്ലീഷ് സെഷൻ വെച്ചാൽ ഇന്റർനാഷണൽ ലെവലിൽ ആൾക്കാർ ഈ കാര്യങ്ങൾ ഇങ്ങനെയുള്ള പഠനങ്ങൾ പുറത്തു വരുവുള്ളൂ. അപ്പം അതെന്തായാലും വളരെ സന്തോഷമുണ്ട്. ഇനിയും നമുക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ നടത്തണം. അതുപോലെ തന്നെ എല്ലാവരോടും കൂടെയുള്ള ഒരു അഭ്യർത്ഥന, നമ്മുടെ IFBSന്റെ 5ാമത് വാർഷികം 28-ാം തീയതി ആണ്. ഇനി 2 ആഴ്ചയേ ഉള്ളൂ. നിങ്ങൾ രജിസ്റ്റർ ചെയ്യാത്തവരെല്ലാവരും രജിസ്റ്റർ ചെയ്യണം. എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് വരാൻ പറ്റുന്നില്ലെങ്കിലും നിങ്ങൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പേരിൽ ഏതെങ്കിലും ഒരു കുട്ടിയെ നമുക്ക് പങ്കെടുപ്പിക്കാൻ പറ്റും. അതുവഴി അവരിലും ഹോമിയോപ്പതിയുടെ വിശ്വാസം വളർത്താനും പറ്റും. ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഒരിക്കൽ കൂടി ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും IFBSന്റെ പേരിൽ, എൻ്റെ പേരിൽ നന്ദി പറയുകയാണ്. സേഠ് സാറ് ഉണ്ടായിരുന്നു സാർ, ഉണ്ടായിരുന്നു. സംസാരിച്ചോ? ഇല്ല, സംസാരിച്ചില്ല. എന്നെ സമയത്തിന്റെ ഇതുകൊണ്ട് ഞാനത് സാറ് സംസാരിക്കുന്നെങ്കിൽ ഇപ്പോഴൊരു വാർത്ത നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആയുഷ് മിനിസ്റ്റർ നാളെ രാവിലെ 11 മണിക്ക് വിവരം അറിയിക്കാമെന്ന് ഇപ്പം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സെഷന് വരാൻ പറ്റുമോ ഇല്ലെന്നുള്ളത്. സേഠ് സാറിനെ കോഹോസ്റ്റ് ആക്കിയിട്ടുണ്ട്. സാറിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ സേഠ് സാറ് അഡ്മിറ്റ് ചെയ്താൽ മതി. കോഹോസ്റ്റ് ആക്കിയിട്ടുണ്ട്. സാറിന് അഡ്മിറ്റ് ചെയ്യാൻ ചില സമയങ്ങളിൽ ഇല്ല. അങ്ങനെയാണെങ്കിൽ വൈൻഡപ്പ് ചെയ്യാൻ മതി. എന്തായാലും പതിവ് പോലെ വളരെയധികം ചിന്തിക്കത്തക്ക രീതിയിൽ വളരെ അറിവ് തരുന്നതായ ഒരു ക്ലാസ് തന്ന മഷൂദ് ഡോക്ടർക്ക് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ ഈ ക്ലാസ് വളരെ നല്ല രീതിയിൽ നടത്തിയ ഡോക്ടർക്കും ഡോക്ടറിനോടും വീണ്ടും ഈ ക്ലാസ്സുകൾ തുടരണമെന്നും അപേക്ഷിക്കുകയാണ്. പിന്നെ ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. നമ്മുടെ 1840-ാം പ്രതിദിന സൂം വെബിനാർ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി.